ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ഷാജോൻ ചേട്ടാ ആൻഡ് പ്രജോദ് ചേട്ടാ. ആദ്യത്തെ സ്കിറ്റ് എടുക്കട്ടെ. ഗിനീഷ് ചേട്ടനുണ്ട്, മധുരാലേട്ടനുണ്ട്, കൂടെ നിമിഷയും. ആഹാ, അടിപൊളി. വേറെ കോഴിക്കോട് കോമളവല്ലി 80-85 കാലങ്ങളിലെ മലയാളികളെ ത്രസിപ്പിച്ച നായിക. സെറ്റിൽ നിന്നും സെറ്റിലേക്കുള്ള ഓട്ടായിരുന്നില്ലേ? ഓടി 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 പ്രായമായപ്പോ സെറ്റിൽ നിന്നും നേരെ ഷെഡിലേക്ക്. ഹലോ ഹലോ. ആ അതെ, ഞാനൊരു കഥ പറയാൻ അവിടെ വരാന്ന് പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ 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 അതെ. ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് അങ്ങോട്ട് വരാൻ വേണ്ടിട്ടാ. ലൊക്കേഷൻ ഒന്ന് പറയാമോ? ആരാ സിനിമ ചെയ്യുന്നേ? ഞാനാണ്. അപ്പൊ ലൊക്കേഷൻ തീരുമാനിക്കേണ്ടത് ആരാ? ഞാനാണ്. പിന്നെ എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല, എനിക്ക് അങ്ങോട്ട് വരാനുള്ള ആ വഴി, അങ്ങോട്ട് ആ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാൻ വേണ്ടി മൊബൈലില്. അത് ഞാൻ ഫോണിൽ ഇപ്പൊ തന്നെ അയച്ചേക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ മേഡം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ്. മേഡം മേഡം അയ്യോ, ആരാ ഇത്? പഴയ 20 വയസ്സുകാരി കോമളവല്ലി മേഡം തന്നെ. നന്നായിട്ടങ്ങ് മേക്കപ്പ് ഇട്ടല്ലേ? ഇപ്പോഴത്തെ നടിമാരെ മുന്നിലൊക്കെ ഒന്ന് പിടിച്ചു നിക്കണ്ടേ? എന്റെ പൊന്നു മേഡം, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്റെ മേഡം മലയാള സിനിമയിൽ ഒരു ഫിസിക്സ് പക്ഷിയെ പോലെ പറന്നുയരുന്നത് എനിക്ക് കാണണം. ഏത് പക്ഷി? ഫിസിക്സ് അല്ല, ഫിനിക്സ് പക്ഷി. പക്ഷി ഏതോ ആയിക്കോട്ടെ മേഡം, എന്റെ മേഡം പറന്നുയരുന്നത് എനിക്ക് കാണണം. ഭാസ്കര പിള്ളേ, ഓ, ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഒക്കെ പോക്ക് എങ്ങനാ? ഉത്സവ പറമ്പിലെ ഗെയിം മാതിരിയാ മേഡം. കിട്ടിയാ കിട്ടി, പോയാ പോയി. ആ, അതൊക്കെ നമ്മള് പണ്ടേത്തെ മലയാള സിനിമകൾ. ആ കാലത്തൊക്കെ നസീർ സാർ ഒരു പടത്തിൽ അഭിനയിച്ച് ആ പടം സാമ്പത്തികമായി പരാജയപ്പെടുകയാണെങ്കിൽ അതേ പ്രൊഡ്യൂസറുടെ അടുത്ത പടത്തിൽ ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുക്കും. ഇപ്പോഴത്തെ നടന്മാരൊക്കെ അങ്ങനെ ചെയ്യോ? അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള നടന്മാരൊക്കെ കാണും. പക്ഷെ എത്രയാ മേഡം ഫ്രീ ആയി അഭിനയിച്ചു കൊടുക്കുന്നേ? അല്ല, മണി 10-10:30 ഈ കഥ പറയാൻ വരുന്നു പറഞ്ഞ അവിടെ എവിടെ? അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു മേഡം, അവരിപ്പൊ എത്തും. പിന്നെ അറിയാലോ, ഈ സിനിമയിൽ എങ്ങനെയാലും എനിക്ക് അഭിനയിക്കണം. 42 വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലേക്കുള്ള എന്റെ ഒരു തിരിച്ചുവരവാ. അത് ഞാൻ മലയാള സിനിമയെ പിടിച്ചങ്ങ് കുലുക്കും. എത്തിക്കിട്ടിയാ മതിയായിരുന്നു. അഡ്വാൻസ് വാങ്ങുന്നത് വരെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. പോയൊരു കപ്പ് കാപ്പി എടുക്കേ. അയ്യോ, എന്തിനാ ഇങ്ങനെ ആവശ്യം? അയ്യോ അയ്യോ, വേഗം എടുക്ക് പിള്ളേ, ലേഖ എടുപ്പിക്കല്ലേ. അയ്യോ, ഓ, ഇതിലൊരു ഉറുമ്പ് കിടക്കുന്നേ. അതൊക്കെ ഒരു വിഷയാക്കണോ മേഡം? അതിങ്ങനെ എടുത്തങ്ങ് കളഞ്ഞാ പോരെ. അയ്യോ, ആ എറുമ്പ് കരണം മറിഞ്ഞു പോയ പോക്ക് കണ്ടോ? പൊന്നാപുരം കോട്ടയിൽ നസീർ സാറ് മലക്കം മറിഞ്ഞു പോകുമ്പോലെയുണ്ട്. പിന്നെ മേഡം, നമ്മൾ ഈ പടം ചെയ്യുന്നത് പണത്തിന് വേണ്ടിയല്ല. പണത്തിന് വേണ്ടിയാണ് ആണ്, അതെനിക്കറിയാം. അവരുടെ അടുത്ത് പറയണ്ട. മേഡത്തിന് അഭിനയത്തോടുള്ള അടങ്ങാത്ത അത്യാഗ്രഹം, അത്രയും പറഞ്ഞാ മതി. അപ്പൊ ഇവ ഈ വീട്ടിൽ അടുപ്പ് പോയാൻ സമ്മതിക്കൂല. എന്റെ പൊന്നു മേഡം, ഈ പടത്ത് കേറി മേഡം ക്ലിക്ക് ആയിക്കോണം. പിന്നെ ക്ലിക്ക് ആകാൻ വേണ്ടി നമുക്ക് മുന്നിൽ പടങ്ങളൊന്നുമില്ല. പിന്നെ ഒരൊറ്റ പടം മാത്രമേ ഉണ്ടാവൂ. മേഡത്തിന്റെ ഫ്രെയിം ചെയ്ത് ദേ ഇവിടെ തൂക്കുന്ന പടം. അയ്യോ, പല്ലി ചലക്കുന്നു. എന്തോ അനർത്ഥം വരാനുണ്ട് പിള്ള പറഞ്ഞ പോലെ. പല്ല് ചലിച്ചതല്ല, ആ പോളിംഗ് ബെല്ലടിച്ചതാണ്. ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ. ആ സിനിമ കഥ പറയാൻ വേണ്ടി വരുന്ന ആളുണ്ട്. എന്തിനാ? കേറി വരൂ. നമസ്കാരം. മേഡം നമസ്കാരം. നമസ്കാരം. ഒന്ന് അമ്മേനെ വിളിക്കോ? അമ്മ മരിച്ചിട്ട് 3 കൊല്ലായല്ലോ. കോഴിക്കോട് കോമളവല്ലി മരിച്ചോ? അയ്യോ, കോമളവല്ലി മരിച്ചില്ല, മേഡല്ലേ ഇരിക്കുന്നത്. ഇതോ? ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തെ എന്റെ മനസ്സിൽ എന്റെ കഥാപാത്രത്തെ പറ്റിയും മേഡത്തെ പറ്റിയും ഒരു രൂപം ഉണ്ടായിരുന്നു.
ഇത് 10-30 വയസ്സ് കുറഞ്ഞ് ഒരു കോളേജ് കുമാരി പോലെ ആയല്ലോ. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്റെ കഥാപാത്രത്തിനൊരു 19 വയസ്സുണ്ട്. അതൊരു വിഷയാക്കണ്ട. ആ. ഒന്ന് കുളിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ എത്ര പ്രായം വേണമെങ്കിലും കിട്ടും. പിന്നെ പ്രായം കൂടി എന്ന് പറഞ്ഞിട്ട് പ്രൊജക്ട് ഉപേക്ഷിക്കാതിരുന്നാ മതി. മലയാള സിനിമ ഇപ്പം പഴയ പോലെ ഒന്നും അല്ല മേഡം. ഒരുപാട് അങ്ങോട്ട് മാറിപ്പോയി. എത്ര മാറിക്കെന്ന് പറഞ്ഞാലും ആക്ഷൻ കട്ട് ഇത് തന്നെയല്ലേ ഇപ്പോഴും പറയുന്നേ. ഇത് ഒന്ന് അടങ്ങ്. ഞാൻ മേഡത്തോടൊന്ന് സംസാരിക്കട്ടെ. മേഡം, നമ്മൾ ഈ സിനിമയ്ക്ക് തിയേറ്റർ കിട്ടിയില്ല എങ്കിൽ ആമസോണിന് കൊടുക്കും. അതാണല്ലോ ഒരു ശരി. അതെ 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 അതൊരു തെറ്റൊന്നും പറയാൻ പറ്റില്ല. അതെ അതെ അതെ. പറഞ്ഞ എന്താ മനസ്സിലായില്ല? അതായത് മേഡത്തിനെ വെച്ച് അഭിനയിച്ചിട്ട് ഈ പടം ആമസോൺ കാട്ടിൽ കളയാനുള്ള പരിപാടിയാണ്. വലിയ ആന കൊണ്ടൊക്കെ ഇറങ്ങുന്ന കാടാ മേഡം. അയ്യോ, അതിന്റെ ആവശ്യമൊന്നും വരൂല. പടം നന്നാവുമല്ലോ. പടം നന്നാവണം. പടം നന്നാവാൻ വേണ്ടിക്കൊണ്ടാണ് ഞാൻ മേഡത്തിന്റെ അടുത്തേക്ക് തന്നെ വന്നത്. കഥ പറ. കഥയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാം. നമ്മുടെ സിനിമയുടെ കുറച്ച് സീനുകൾ അങ്ങ് വയനാട്ടിലെ ഉൾക്കാടുകൾക്കുള്ളിൽ വെച്ച് ഷൂട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ അധികം ആളൊന്നും പോകില്ല, ഒരു 10 പേര് മാത്രം. പുലിക്കുള്ള ഫുഡ് പുല്ലീന്റെ അടുത്തേക്ക് തന്നെ കൊണ്ട കൊടുക്കുക എന്നർത്ഥം. പിള്ളയൊന്നും മിണ്ടാതിരിക്കും. നീ ഞാൻ കൃത്യമായിട്ട് കഥ പറഞ്ഞോട്ടെ മേഡം? പറ. അല്ല, ഇയാൾ സമ്മതിക്കോ കഥ പറയാൻ? പറഞ്ഞു. ഒരു സെക്കൻഡ് ഒന്നും മിണ്ടാതിരിക്കും. Continue. ആ, ഓക്കെ. അപ്പൊ നമ്മുടെ ഈ കഥ നടക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുകയാണ് നമ്മുടെ സിനിമയുടെ പേര്. ഇന്നില്ല നാളെ വാ. എടോ, ഈ ടൈറ്റിൽ കണ്ട് ആരെങ്കിലും വരുമോ? വന്ന ആൾക്കാരൊക്കെ പോസ്റ്റർ കണ്ട് തിരിച്ചു പോകൂലേ? പിന്നെ ഒന്ന് മേഡം, നമ്മളിത് മലയാളം അല്ലാതെ തമിഴിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പൊ ടൈറ്റിൽ മാറും. ഇന്നില്ലേ നാളെ വാങ്ങോ. അത് കുഴപ്പമൊന്നുമില്ല. സിനിമ അതടിപൊളി. കൊള്ളാം. പിന്നെ നിങ്ങളുടെ അവിടെ എന്തൊക്കെയാ പ്രൊഡക്ഷൻ, എന്തൊക്കെയാ ഫുഡൊക്കെ എങ്ങനെയാ? പ്രൊഡക്ഷൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മെനു എന്തെങ്കിലും മാഡത്തിനുണ്ടോ? ഉണ്ട്. എന്താണ്? പൊട്ടൻ ചുക്കാതി കോയമ്പും കരിമ്പുടും. ഓടോടഞ്ഞു. അല്ല, കട്ടൻ ചായയും ഇല്ല, പരിപ്പ് എനിക്ക് വടയും. പ്രത്യേകിച്ചൊന്നും വേണ്ട. പ്രൊഡക്ഷൻ ഫുഡ് മതി. പ്രൊഡക്ഷൻ ഫുഡ്. പക്ഷെ പണ്ടൊക്കെ ഞങ്ങളെ സിനിമയിൽ എല്ലാവരും ഈ പ്രൊഡക്ഷൻ ഫുഡ് ഒന്നും കഴിക്കൂല. എല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ കൊണ്ടുവരും. നല്ല രസമായിരുന്നേ. ആ നസീർ സാറ് കടുമാങ്ങ അച്ചാറ് കൊണ്ടുവരും. നമ്മളെ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജൻ സാറ് പുള്ളി ഇടിച്ചമ്മന്തി കൊണ്ടുവരും. ഈടെ ചമ്മന്തിക്കിട്ട് എല്ലാവരും ഇടിയോടിടി അവിടെ. അപ്പൊ കഥ പറയാം. എന്റെ കഥ നടക്കുന്നത് ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. കൊച്ചിയിൽ എവിടെയാണ് ഗ്രാമം? ഫുള്ള് ഫ്ലാറ്റ് അല്ലേ? ഞാളിത് പറയാൻ സമ്മതിക്കുന്നു തോന്നില്ലാലോ. മിനിറ്റ്, അത് പ്രൊഡ്യൂസറാണ്. സാർ ഞാൻ ഇവിടെ നടിയുടെ അടുത്ത് കഥ പറയാൻ വേണ്ടി വന്നതാ. അതാ പറഞ്ഞു. സാറേ അങ്ങനെ പറയാ. എല്ലാം പോയി. എന്ത് പറ്റിയടോ? എല്ലാം പോയി. എന്റെ സിനിമ പോയി. സിനിമക്ക് പ്രൊഡ്യൂസറെ വിളിച്ചത്, അയാൾ സിനിമ ചെയ്യുന്നില്ല. സിനിമ ചെയ്യുന്നില്ലെന്നോ? 42 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒന്ന് മലയാള സിനിമയിലേക്ക് വരാൻ ശ്രമിച്ചപ്പോ അതും നടക്കൂലേ? ഇത് പോയി മേഡം. സാരില്ല, ഒരു കാര്യം ചെയ്യാം. നിന്റെ ഈ സിനിമ എനിക്ക് കൂടുതൽ കാശൊന്നും കയ്യിൽ ഉണ്ടായിട്ടില്ല. എന്നാലും നുള്ളിപ്പെറുക്കി ഉള്ളത് കൊണ്ട് ഈ സിനിമ ചെയ്യാൻ ശരിക്കും പറയാൻ എത്ര രൂപ വരും? 1 കോടി രൂപ. അങ്ങനെയാണ് ഈ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം. താങ്ക് യു സാർ, താങ്ക് യു. ഇത് നല്ലൊരു മനസ്സിനുടമയായിരുന്നല്ലേ. ഞാൻ അറിഞ്ഞ. താങ്ക് യു. ഒരുപാട് സ്നേഹം സാർ. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് നല്ലൊരു നടിയെ വെച്ച് വേണം ഈ പടം ഷൂട്ട് ചെയ്യാൻ. നല്ലൊരു നായികയെ കണ്ടെത്തണം. അപ്പൊ ഞാനോ? എന്റെ പൊന്നു മേഡം, ഈ പടം ചെയ്ത് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ അടുത്ത പടത്തിൽ വേണ്ട രീതിയിൽ ഞാൻ പരിഗണിച്ചോളാം. ഒന്ന് പോടോ, എനിക്ക് വേണ്ട നിന്റെ സിനിമയൊന്നും. സ്വന്തം പൈസ തിരിച്ചിട്ട് ആർക്കും ആഗ്രഹം ഉണ്ടാവൂല അല്ലയാ. ദിനേശ്, മധുലാൽ, നിമിഷ, നല്ലൊരു ത്രെഡായത്. കാര്യം പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചില പഴയകാല സിനിമകളിലൊക്കെ അഭിനയിച്ച ഒരു അന്നത്തെ നായിക പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം പുതിയ സിനിമയിലേക്ക്, ഈ കാലഘട്ടത്തിലെ സിനിമയിലേക്ക് എൻട്രി ആകുന്ന സംഭവത്തിൻ്റെ ത്രെഡ് കൊള്ളാം. ത്രെഡ് മാത്രമേ കൊള്ളാമായിരുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ചെയ്തതിൻ്റെ അകത്തൊന്നും ഒരിടത്തും ഒരു കോമഡി പോലും ഇല്ല. ത്രെഡ് മാത്രമേ നന്നായുള്ളൂ. ത്രെഡ് മാത്രം നന്നായതുകൊണ്ട് പോരല്ലോ, അതിൻ്റെ അകത്ത് തമാശകളും കൂടെ ഉണ്ടെങ്കിലല്ലേ നമുക്കത് ചിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ മൊത്തത്തിൽ ഈ സാധനം ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ്. അത് പോരാ. നമുക്ക് ചിരിയാണ് ഇവിടെ. നിർത്താതെയുള്ള ചിരി കിട്ടണം. ഈ നിർത്താതെ ചിരിച്ചില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കെങ്കിലും ചിരിക്കണ്ടേ? അത് ഇതിൻ്റെ അകത്തില്ലായിരുന്നു. അപ്പം കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇവിടെ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. അത് തരണം നമുക്ക്. തന്നാലേ ഞങ്ങൾ ചിരിക്കൂ, അവരും ഒക്കെ ചിരിക്കൂ. അതിനടുത്ത പ്രാവശ്യം ശ്രമിക്കുക. വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ. ദിനേശേ, മധുലാലെ, നിമിഷ,
സത്യം പറഞ്ഞാൽ എനിക്കൊരു സിംബോളിക് നാടകം കണ്ട പോലായി. അത് കാണുന്ന പോലൊരു ഫീലാണ്. കാരണം അതിനകത്തൊരു സ്കിറ്റിൻ്റെ ഒരു സ്പീഡോ സ്കിറ്റിൻ്റെ ഒരു രൂപമോ ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഗിനീഷും മതിലാലും സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ആൾക്കാരാണ്. പൊതുവേ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എനർജി എന്ന് പറയുന്നത് പടാൻ നിൽക്കുന്ന. മതിലാലൊക്കെ വന്ന് 1 man ഷോ ചെയ്തിട്ടുണ്ട്, ഗിനീഷ് ചെയ്തിട്ടുണ്ട്. ഗിനീഷ് പഴയ കാലഘട്ടത്തിൽ ഉള്ളൊരു സാധനം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയുകയാണ്. ഗിനീഷ് ആ കാലഘട്ടത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആ ഒരു എനർജി ഇല്ലാതെ ആ ഒരു അങ്ങനെ ഒരു ഡയലോഗ്സൊക്കെ അങ്ങനെ നീട്ടുകയാണ്. നിമിഷയാണെങ്കിലും നിമിഷയ്ക്ക് വന്ന നിമിഷമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതല്ല, അതിനകത്ത് ഹ്യൂമർ ഒന്നുമില്ലായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന ഒരു കോമ്പിനേഷൻ സീക്വൻസിലൊന്നും ഹ്യൂമർ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ചെയ്യണം, നന്നായിട്ട് എഫേർട്ട് എടുത്ത് നന്നായിട്ട് പണിയെടുത്തേ പറ്റുള്ളൂ കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രജോദേട്ടാ. ഷാജൻ ചേട്ടാ. നിമിഷ, ജിനേഷേ, മധുലാലേ, എനിക്ക് നസീർക്ക പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സബ്ജക്റ്റ് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാര്യം, നിങ്ങളിത് ഒരു സിനിമാ നടിയോ നടനോ ആരും ആയിക്കൊള്ളട്ടെ, അവർക്ക് എപ്പോഴും തിരിച്ചു വരണം എന്നാണ് ആഗ്രഹം, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും. അതുപോലെ ഒരാൾ ഈ സ്കിറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് അവരെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പം നമ്മളൊരു തമാശ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ മനഃപൂർവ്വമോ അല്ലാതെയോ ആരും നമ്മളെ ഹേർട്ട് ചെയ്യുന്ന പോലെ ഒരു സ്കിറ്റ് ചെയ്യരുതെന്നുള്ളതാണ്, ഒരു തമാശയും പറയരുതെന്നുള്ളതാണ് പേഴ്സണൽ എൻ്റെ ഒരു അഭിപ്രായം. ഇന്ന് തമാശകൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിൽ വന്നില്ല എന്നുള്ളതാണ് എനിക്കും തോന്നുന്നത്. പ്രചോദം നസീർക്കയും പറഞ്ഞവരോട് ഞാനും യോജിക്കുകയാണ്. അപ്പോൾ അടുത്ത തവണ വരുമ്പോൾ ഈ തമാശകൾ പോരാ, നല്ല നല്ല തമാശകളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് നല്ലൊരു സ്കിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഓക്കെ, ഇനി ഞാനും പ്രാർത്ഥിക്കാം. നന്നായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. അപ്പോൾ ഈ സ്കിറ്റിന്റെ മാർക്സ് പ്രചോദേട്ടാ. ഞാനൊരു 3000 രൂപ. നസീർക്ക? ഞാൻ ഒരു 2000 രൂപ. ടോട്ടൽ 5000 രൂപ. ബാക്കി എൻ്റെ മാർക്ക്. ടോട്ടൽ എമൗണ്ട് 10000 രൂപ. അടുത്ത പ്രാവശ്യം വന്ന് നല്ലൊരു സ്കിറ്റുമായിട്ട് വന്ന് നല്ല എമൗണ്ട് വാങ്ങിച്ചോണ്ട് പോവാം. ഓക്കെ നിമിഷ? നിമിഷേട്ടാ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം വിനീഷ് ഉണ്ട്, അനീഷേട്ടനുണ്ട്, കൂടെ ദീപ്തി. അടിപൊളി. കള്ള് കുടിക്കാൻ കൊള്ളാം, വെള്ളം കുടിക്കാൻ കൊള്ളാം, കള്ളില്ലെന്തിനീ ലോകം മുത്തച്ഛ. കള്ള് കുടിച്ച പിന്നെ എള്ളോളമില്ല, കള്ളോളം വരുവോ നാളെ മുള്ളാരും. ഏതവരടാ കള്ളും കുടിച്ചിട്ട് കുറച്ചുകൂടെ വെച്ചിട്ട് പോയേക്കണത്? കേരളം മദ്യലഹരിയിൽ. എന്റെ ദൈവം, ഇത് എങ്ങോട്ടാണ് ഈ കേരളത്തിന്റെ പോക്ക്? കള്ളു കുടിച്ച് കുട്ടികൾ റോഡിൽ കിടന്ന് അലമ്പുണ്ടാക്കി. ഈ പിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങിയത് എന്താ ചെയ്യേണ്ടത്? കള്ളിൽ മായം കലക്കി 3 പേർ അറസ്റ്റിൽ. എന്റെ ദൈവമേ, കള്ളിലൊക്കെ ഇങ്ങനെ മായം കലക്കാൻ തുടങ്ങി എന്താ ചെയ്യണത്? ഈ കള്ളിലൊക്കെ മായം ചേർത്തിട്ട് ഇവന്മാരിത് എങ്ങനെ ഇതാക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ കള്ളിലെ കാലില് മായം ചേർക്കോ? അല്ലെങ്കിൽ തന്നെ അങ്ങനെ ചേർക്കാമോ? അല്ല, ഇച്ചിരി ഇങ്ങനെ ഇടാന്നല്ലാണ്ട് ഇങ്ങനെ മുഴുവത്തെ പാടയിട്ടിട്ട് ഇങ്ങനെ കലക്കീരാക്കി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇതൊക്കെ കുടിച്ച് അമ്മറ കണ്ണും കൂമ്പും കരളും ഒക്കെ പോയി പിന്നെ എല്ലാം ഇതായി പോവൂലേ? ആരോട് പറയാൻ? ഒന്നാലും ഓരോന്നുങ്ങൾ വരും ഇതൊക്കെ കുടിക്കാനായിട്ട്. അയ്യോ, എന്റെ തലക്കറിയാണ് ഇപ്പൊ തിരിക്കണേ. എന്റെ ദൈവമേ. ചേച്ചി ഇവിടെ പോയി ഷാപ്പൊക്കെ തുറന്നിട്ട് എങ്ങോട്ട് പോയി ചേച്ചി? കസ്തൂരി ചേച്ചി. ഓ മധുവാ, എന്താടാ? ഞാൻ ഇല്ല തലക്കറി വെക്കാൻ പോയതാ, തലയിടാൻ മറന്നു വീട്. ഇതാണ് ഈ ചേച്ചിയുടെ കുഴപ്പം. ആവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും തലയിടത്തില്ല, ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ തലയിടും. അല്ല, നീ എന്താ വന്നത്? ഞാൻ വന്നത് ചേച്ചിക്ക് അറിയാലോ, ആകപ്പാടെ നമ്മുടെ നാട്ടിലൊരു ഷാപ്പല്ലേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്, മൂത്തത് ഇവിടെ ഇല്ല, സ്കൂളിൽ പോയി. ഇളയതുണ്ട്. എന്തിയേ? പിള്ളേരുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. പിന്നെ മൂത്ത തെങ്ങിന്റെ കല്ലോ പനയുടെ കല്ലോ ഉണ്ടെങ്കിൽ ഞാനൊന്ന് കൂച്ചട്ടെന്ന്. അങ്ങനെ പല കള്ളും ഇവിടെ ഉണ്ടാവും, അങ്ങനെ കൂച്ചണ്ട. എന്തുവാ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത്? ഞാനൊക്കെ ചേച്ചിയോട് ഒന്ന് പൈസ ഒക്കെ ഞാൻ ഉള്ളപ്പോഴൊക്കെ കൊണ്ടു തരുന്നില്ലയോ പൈസ? വന്നണ്ടേ? എന്താണ് മതിക്കത്തില്ല. ഇതെന്താണിത്? അത് ബുക്ക്, ഇവിടുത്തെ പറ്റു ബുക്ക്. ഇതെന്താ എഴുതിയേക്കണ? മധു. ഇത് മധു. ഇത് മധു. ഇതാ മധു 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 മധു. മതി 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 മതി. ഇതുപോലത്തെ 3 മധുഗ്രന്ഥങ്ങളാണ് ഈ മേശപ്പുറത്തിരിക്കണത്. ഇത് നിന്റെ പേരുള്ള
ഫസ്റ്റാണ് മധുഗ്രന്ഥം. ഇതിനുള്ള കാശ് മുഴുവൻ തന്നു തീർക്കാണ്ട് നിനക്ക് ഒരു തുള്ളി കള്ളി ഞാൻ ഈ ഷാപ്പിൽ നിന്ന് തരില്ല. എനിക്ക് പോടായിരുന്നു. അല്ല ഞാനിവിടെ വന്നപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ച്. എന്തേ? അതായത് എല്ലായിടത്തും ഈ കടം പറയരുത്, കടം ചോദിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്തോ ഈ പന്നി ചോദിക്കരുത്? ചേച്ചി കരയല്ലേ? അയ്യോ കരയല്ലേ? അതിന് ചേച്ചി കഴിക്കാൻ പറ്റ പന്നിയാണ്, നിങ്ങൾ അങ്ങ് കഴിച്ചോ, എനിക്ക് വേണ്ട. അതല്ല എടാ, ചേട്ടന്റെ കൂട്ടുകാരന്മാര് കുറച്ചു പേരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പന്നി ഇറച്ചി തിന്നണോന്ന് പറഞ്ഞ്. അത് കേട്ടിട്ട് ചേട്ടൻ പന്നിനെ പിടിക്കാൻ കാട്ടിലോട്ട് പോയതാണ്. എന്നിട്ട് പന്നി കുത്തി കൊന്നളഞ്ഞ്. വിഷമിക്കണ്ട. എന്നിട്ടാ കൂട്ടുകാരൊക്കെ എവിടെ? കൂട്ടുകാര് ചേട്ടന്റെ അടക്കം കഴിഞ്ഞപ്പോ പോയി. ചേട്ടനെ കണ്ടിട്ടില്ലല്ലോ, നീ ഇല്ല അങ്ങോട്ട് നോക്കിയേ. ഇതാണോ ചേട്ടൻ? എന്താ ചേച്ചി പകുതിയാണല്ലോ? അങ്ങേരുടെ പാതിയെ കിട്ടിയുള്ളടാ. അപ്പൊ പന്നിയുടെ പകുതി? അതാണ് ആ പന്നിയാണ് എന്റെ ചേട്ടനെ കുത്തിക്കൊന്ന പന്നി. അതുകൊണ്ടാണ് അതിന്റെ പടം കൂടി എടുത്ത് ഞാൻ വെച്ചേക്കണത്. ഭയങ്കര സങ്കടമായി ചേച്ചി. ഞാൻ ഇപ്പോഴല്ലേ ഇതൊക്കെ അറിയുന്നത്. എനിക്ക് ചേട്ടനൊരു ട്രിബ്യൂട്ട് കൊടുക്കണം. ബൂട്ടൊന്നും വേണ്ടടാ, അങ്ങനെ വള്ളിച്ചെരുപ്പാണ് ഇടുന്നത്. ബൂട്ടല്ല, ട്രിബ്യൂട്ട്, ആദരാഞ്ജലികൾ. അതാണ്. ഞാനൊരു രണ്ടുപേര് പാട്ട് പാടാം. ഞാൻ എന്തെങ്കിലും ആവട്ടെടാ. നീ പാതി ഞാൻ പാതി പന്നി. പൊന്ന് ചേച്ചി, കസ്തൂരി ചേച്ചി, ഇത് കള്ളുതാ ചേച്ചി. രാവിലെ വിറച്ചിട്ട് പാടില്ല ചേച്ചി. എന്റെ മധു, നീ ആദ്യം കാശിതാ, എന്നിട്ട് ഞാൻ നിനക്ക് കള്ള് തരാം. ഞാൻ കിട്ടുമ്പോ തരാം ചേച്ചി. എനിക്ക് ഇത്ര കള്ള് തന്നേ. ഇച്ചിരി കള്ള് തന്നേ. ഓ പിന്നെ എനിക്ക് കള്ളം തരാൻ പറ്റിയൊന്നുമില്ല. വിരുന്നുകാർ മടങ്ങണം തങ്ങിയാലെന്നിടം ഭൂമികൾ. അല്ല, ആസ്ഥാന ഗായകൻ നേരത്തെ കയറി വന്നല്ല. അല്ലടാ, നീ ഏത് നേരം ഇവിടെ വന്ന് കള്ളും കുടിച്ചിട്ട് ഈ ബെഞ്ചിലിരുന്ന് കൊട്ടിപ്പാടാനാണ് പതിവ്. നീ ഇന്ന് വീട്ടിൽ നിന്നേ കള്ളും കുടിച്ചിറങ്ങിയ റോഡ് നീളെ പാടിക്കൊണ്ട് നടക്കണുണ്ടല്ലോ. ഇനി എനിക്ക് എന്റെ സമയമില്ല ചേച്ചി, എന്നെ പെട്ടെന്ന് അനുഗ്രഹിക്കണം. ഞാൻ പോവാ. നീ എവിടെ പോണ്? ഞാൻ എന്റെ പാട്ടിന് പോവാ. നീ ഏതെങ്കിലും പാട്ടിന് പോയി? എനിക്ക് ഇത്ര കള്ളുതാ. അതല്ലത്, എനിക്ക് ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറിൽ സെലക്ഷൻ കിട്ടി. ഇനി മുതൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. ഇനി മുതൽ എന്നെ ടിവിയിലെ കാണൂ. അയ്യോ, നല്ലൊന്നാന്തരം പരിപാടിയാണ്. അല്ല, നിന്നാരും ഈ പരിപാടിയിലേക്കൊക്കെ വിളിച്ചത്? അയ്യോ അറിഞ്ഞില്ലേ? കഴിഞ്ഞ ആഴ്ച ഞാനിവിടുന്ന് പാടിയില്ലേ, അത് ആരാണ്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അത് ഫേസ്ബുക്കിലിട്ട് വൈറലാക്കിയിട്ടാണ് എനിക്ക് അവസരം കിട്ടിയത്. ഇനി എന്റെ പാട്ടല്ല അങ്ങ് പുറത്താ. ഞങ്ങൾ ഇതൊക്കെ കണ്ടും കേട്ട് നിക്കണ പോലെ നാട്ടുകാർ നിക്കൂല. നിനക്ക് ആവശ്യത്തിലധികം പരിപാടി ചെയ്യുമ്പോ പുറത്തിട്ട് കിട്ടണുണ്ടല്ലോ, അത് പോരെ. നിങ്ങൾ പേടിക്കണ്ട. ഈ കാരക്കാട്ട് നിവാസികളെയും ഷാപ്പിനെയും കൊണ്ട് അവരെ കൊണ്ട് ഹായ് ഞാൻ പറയിപ്പിക്കും. നീ ഒന്നുമില്ലല്ലോ ഈ നാട്ടിലെ ഒരു ഗായകനല്ലടാ. ഒരു ഗ്ലാസ് തന്നെ പൈസ ഒക്കെ തരാൻ കേട്ടോ. കാശ് രണ്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ ഇല്ലെങ്കിൽ നീ നല്ല പാട്ടാണോ? ഞാൻ അവിടെ ചെല്ലുമ്പോ കളം പിടിക്കാൻ വേണ്ടി ഞാൻ നല്ലൊരു പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കൊള്ളാം. നേരം വെളുത്ത ഇനീച്ച ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലും എല്ലാം ഞാൻ പാട്ട് പാടും. കേക്കണോ? കാളമയങ്ങേ. കാളമയങ്ങിന്നോ? കാളമയങ്ങുന്നല്ലേ? അതിവൻ പാടുമ്പോ അയഞ്ഞോളൂ. കസ്തൂരി ഞാൻ പാടിയതായിരുന്നു. കസ്തൂരി അതെന്തോ ചേച്ചി? ഞാൻ ഓടിയതാ. ഈ പാട്ടിനൊക്കെ പോകുമ്പോ നല്ല പൈസ ഒക്കെ കിട്ടൂടാ? പൈസ കിട്ടും. ഒരു കാര്യം ചെയ്യ്, എന്റെ ഒരു സന്തോഷത്തിന് നീ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഒരാളല്ലേ, നീ ഒരെണ്ണങ്ങോട്ടാടി. ചേച്ചി ഒരു കുപ്പി കള്ളോട് ചേച്ചി. കഴിക്കാൻ ചേച്ചി? കഴിക്കാൻ കപ്പയുണ്ട്, മീൻകറി ഉണ്ട്, ഞണ്ടുണ്ട്, കൊഴുക്കട്ടയുണ്ട്. അപ്പൊ ഒരു കപ്പയും മീൻകറി എടുത്തോ, ഞങ്ങളൊന്ന് കൊഴുക്കട്ടെ. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ TV പരിപാടിക്കാര് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എവിടെയായിരുന്നു? അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 2 ദിവസം ഓരോ കാര്യങ്ങളായിട്ട് അതിന്റെ തിരക്കിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്താ പറഞ്ഞേ? ഷാപ്പ് തോറും കയറി ഇറങ്ങിടന്ന് ഓസിന് തിന്നണ കുറച്ച് പരിപാടിക്കാരില്ലേ, അവന്മാരെ വന്നത്. ഇവിടെ വന്നുള്ളാണ്ട കപ്പയും ഞണ്ടും കക്കയും ഇറച്ചി മീനും ഒക്കെ എടുത്ത് തിന്നടാ. കാശ് വെച്ചപ്പോഴേ കാശൊന്നും തരൂല, ഇത് ഞങ്ങൾ TV കാണിക്കുള്ളന്ന്. എന്റെ നാക്കലെ തെറിയായിട്ട് ഓടിയൊക്കെ കൂടി. നീ പാടടാ, കേക്കട്ടെ. ഞാൻ അതിൽ പോവാ. അവിടെ ചെല്ലുമ്പോ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലൊരു ഗായകൻ, അതെ, അവൻ ഇങ്ങനെ അഭിമാനത്തോടു കൂടി തിരിച്ചു വരുന്ന നമുക്കൊരു സന്തോഷമല്ലേ? സന്തോഷമാണ്. ഇവിടെ കലാകാരന്മാര് പാടാൻ പോകുന്നതിന് മുന്നേ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഒരെണ്ണം അടിക്കുന്നത് നല്ലതാ. പക്ഷെ അത് സ്ഥിരമാക്കാതിരുന്നാ മതി കേട്ടോ. ഒരെണ്ണം കൂടെ അടിക്കണം. നീ വലിയ പാട്ട് തന്നാകുമ്പോഴേ അടിച്ചോണ്ട് പാട് കള്ള് കൂട്ടിക്കാൻ കൊള്ളാം, വെള്ളം കൂട്ടിക്കാൻ കൊള്ളാം, കല്ലിന്റെ ലക്കിനി ലോകം മുത്തച്ഛ. ഒന്ന് ചൊല്ലൂ പൊന്നച്ച.
എടാ നിനക്ക് പോകാൻ നേരമില്ലേ? പോവട്ടെ, പരിപാടിക്ക് പോകണ്ടേ? പോണം, പക്ഷെ എനിക്ക് ചേച്ചിയുടെ അനുഗ്രഹം മേടിച്ചോണ്ട് ഞാൻ പോകത്തുള്ളൂ. വീടല്ലേ വീടല്ലേ. എനിക്ക് കസ്തൂരി ചേച്ചി കാരണമാണ് എനിക്ക് അവസരം കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പോകും. നീ പൊക്കോ. എനിക്ക് ചേച്ചിയുടെ അനുഗ്രഹം മേടിക്കണം. എടാ നീ ഇപ്പൊ തന്നെ ഇവിടം വരെ കുടിച്ചിട്ടുണ്ട്. നീ ഇനി കുമ്പിട്ട് കാലേ വേണ്ട, പൊക്കോടാ നീ. ഇവിടെ വരെ കുടിച്ചിട്ടുണ്ട്. ഇവിടെ വരെ ഉണ്ട്. അയ്യോ കുളിക്കല്ലേ, തെറിച്ചു പോകും. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചാടി വരും. അച്ഛൻ അനുഗ്രഹം മേടിക്കണം. അനുഗ്രഹം മേടിക്കുക കേട്ടോ. എന്തുവാടാ ഇത്? ഒന്ന് പോടാ, അനുഗ്രഹം ഒന്നും വേണ്ടടേ ഇറക്കാ. ഞാൻ ശ്രദ്ധിക്കത്തില്ല ചേച്ചി, കുഴപ്പമില്ല. എനിക്ക് ചേച്ചിയുടെ അനുഗ്രഹം വേണം. അടിപ്പൂക്കോച്ചി. എടാ നീ ഇന്നെങ്ങാനും അങ്ങോട്ട് എത്തുവാ? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞെന്താ? സംഗതിയൊക്കെ പോയില്ലേടാ. ഞാൻ ടോപ്പ് സിംഗറിൽ പോവുകയും ചെയ്യും, പാടുകയും ചെയ്യും, ഫ്ലാറ്റ് മേടിക്കുകയും കിടക്കുന്ന കായകത്തെ കിടക്കുന്നു. പാടുവാ ടോപ്പ് സിംഗറില്ലേ? എനിക്കറിയാൻ പാടില്ല. എടാ ഞാൻ നോക്കട്ടെ, ഇവൻ ടോപ്പ് സിംഗർ ഒന്നും അല്ല, ഇവൻ വെറും ഷാപ്പ് സിംഗർ. നല്ലൊരു കൈഡി. കാര്യം സിറ്റുവേഷനൊക്കെ നല്ലതാണ്. ഷാപ്പ് കള്ളു വയ്ക്കുന്നു, അവിടെ വരുന്നു, ഈ ഗായകനൊക്കെ വരുന്നു, സിറ്റുവേഷനൊക്കെ ഓക്കെയാണ്. പക്ഷെ തമാശകളില്ല. ആകപ്പാടെ ഒരു തമാശ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കള്ളിൻ്റെ അകത്ത് കൊണ്ട് മറ്റേ മായം കലക്കുന്ന ആ ഒരു തമാശയല്ല, ഒന്ന് പുഞ്ചിരിക്കാനുള്ള ഒരു ഏരിയ അവിടെ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി ഭാഗത്തൊക്കെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയായിരുന്നു. ചിരിക്കാനുള്ള ഏരിയകളൊന്നും ഇതിൻ്റെ അകത്തില്ല. നിങ്ങൾ 3 പേരും ഉള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് പോരാ. നമുക്ക് വേണ്ടത് ചിരിയാണ്. ഇത് ഐറ്റം വേറെ എന്ന് പറഞ്ഞ് ഇത്രയും ക്വാളിറ്റിയിൽ പോകുന്ന ഒരു പ്രോഗ്രാമിൽ ചിരി തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. അടുത്ത പ്രാവശ്യം ശ്രമിക്കണം കേട്ടോ. ശരി, ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇന്നത്തെ ഈ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദീപ്തിയുടെ തനതായ ശൈലിയിലുള്ള കുറച്ച് ഡയലോഗ് ഡെലിവറി ഒഴിച്ചാൽ ഒന്നുമില്ലായിരുന്നു. ഞാനൊരു ചെറിയ തമാശ കേട്ടാൽ ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെനിക്ക് ഒരുപാട് ചീത്തപ്പേരുണ്ട്. പക്ഷേ ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും പിടിച്ചു നിർത്തുന്ന ഒരാളല്ല. എനിക്ക് ചിരി വന്നാൽ ഞാൻ ഒച്ചത്തിൽ പൊട്ടിച്ചിരിക്കുന്ന ഒരാളാണ്. അതിന്നുണ്ടായില്ല. നെക്സ്റ്റ് ടൈം അങ്ങനത്തെ പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഏട്ടാ. പ്രചോദേട്ടാ, ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. കാരണം നിങ്ങളെ നിർത്തിക്കൊണ്ട് കൊള്ളില്ല എന്ന് പറയാൻ നമുക്കൊരു വിഷമമുണ്ട്. കാരണം നമ്മുടെ മാത്രമല്ല, ഇവിടെ എത്രയോ പേരുടെ എഫേർട്ടുകളാണ്. എത്രയും ദിവസം എടുത്ത് അതിനുവേണ്ടി സഹിച്ച് നിന്ന്. എന്നറിയോ, ഇതിനകത്ത് നിങ്ങൾ കളിച്ചിനകത്ത് കുറേ ഇങ്ങനെ സൗണ്ട് വെച്ച് പോകുന്നു എന്നല്ലാതെ ഒന്നുമില്ല. ഇപ്പം വിനീഷ് ഒരു ഭയങ്കര റേഞ്ച് കളിക്കുന്നു, അനീഷ് വേറെ റേഞ്ച് കളിക്കുന്നു. ഈ സൗണ്ടിൻ്റെ റേഞ്ച് അല്ലാതെ കളിക്കൊരു അതിനകത്തൊരു ഹ്യൂമർ പരിപാടിയിലേക്ക് വന്നില്ല. കിട്ടുന്ന ഒരു ടൈമാണ്, കിട്ടുന്ന ഒരു അവസരമാണ്. അത് വിനിയോഗിക്കാമെന്ന് മാത്രമേ ഞാൻ ഈ സമയത്ത് പറയുന്നുള്ളൂ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഒരു എക്സ്ക്യൂസും വേണ്ട കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. ഷാജി ചേട്ടാ എത്ര? ഞാനിവർക്കൊരു 1500 രൂപ കൊടുക്കും. 1500 രൂപ. പ്രചോദേട്ടാ? ഞാൻ ഒരു 1000 രൂപ കൊടുക്കും. ടോട്ടൽ 2500 രൂപ. നസീർക്ക? ബാക്കി താണ്ട കിടക്കും. ടോട്ടൽ എമൗണ്ട് 5000 രൂപ. ഇതൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടണ്ട. അടുത്ത പ്രാവശ്യം പറഞ്ഞ പോലെ നന്നായിട്ട് വർക്ക് ചെയ്ത് ഒരു നല്ലൊരു തിരിച്ചുവരവ് നടത്തുക. ഓക്കെ, ഒരു ഉഗ്രൻ ടീമായിട്ട്, ഒരു ഉഗ്രൻ സ്കിറ്റുമായിട്ട് പോയോ. ഓക്കെ ചേട്ടാ. ഓക്കെ ഓക്കെ ദീപ്തി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഒരു പുതിയ ടീമോ? പുതിയ ടീമാണ്. പക്ഷെ ഇതിലുള്ള ഒരാൾ പുതിയതല്ല. നമ്മുടെ നിമിഷയാണ്, കാലിക്കട്ടുള്ള നിമിഷ. കാലിക്കട്ടെന്നുള്ള 2 പേരായിട്ട് ഒരു പുതിയ ടീം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള 2 പേരെ നമുക്ക് വന്നിട്ട് പരിചയപ്പെടാം. അപ്പോ ലെറ്റ്സ് വെൽക്കം നിമിഷ കൊണ്ടുവരുന്ന പുതിയ കോഴിക്കോടൻ ടീം. ഹലോ ഹലോ ഹലോ, നിന്നെ എത്ര തവണ വിളിച്ച് കിട്ടിയില്ലല്ലോ. യോ ഞാനൊരു മലേന്റെ മുകളിലാണ്. മലയുടെ മുകളിൽ കയറിക്കാൻ നീ എന്നെ വരയാടോ? ഞാൻ എന്റെ വണ്ടി എനിക്ക് പഞ്ചറായി കിടക്കുകയാണ്. ഇവിടെ മനുഷ്യനെ നോക്കി കാണുന്നില്ല. ഇപ്പൊ എന്തോ ചെയ്യും? ഇപ്പൊ എന്തോ ചെയ്യാൻ ഞാൻ നോക്ക്. എടാ ഞാൻ ഇപ്പൊ വിളിക്കേ, ഒരു പീടിയ കാണാൻ പോയി നോക്കട്ടെ. ഞാൻ വിളിക്കപ്പോ വാഴത്തൊമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ വാഴ ഗോപാലനെ മൈദ തേപ്പിക്കും പടടി. അല്ല ചേട്ടാ, ആ ഈക്ക് ഇത്ര സംഗതി ഇല്ലല്ലോ. കയ്യിൽ നിന്ന് ഒരു സംഗതി അങ്ങോട്ടപ്പോ ഒരു സംഗതി കയ്യിൽ നിന്ന് പോയതാ. ഈ നാട്ടിൽ ആദ്യമായിട്ടല്ലേ? അയ്യോ ചേട്ടൻ എങ്ങനെ മനസ്സിലായി? അല്ല, ഈ നാട്ടിലുള്ളവരൊന്നും ഇവിടെ വരലില്ല. അല്ല, ഇത് ഇവിടെ ശരിയാകുന്നുണ്ടെന്ന് പറഞ്ഞതാ. എന്താ പറ്റിയേ? അതെ, ഈ വണ്ടിയുടെ ടയർ പഞ്ചറായി. അപ്പൊ എനിക്ക് ഒട്ടിക്കാൻ ആരെങ്കിലും കിട്ടും, ടയർ ഒട്ടിക്കാൻ വേണ്ടിട്ട്. അത് നമ്മള് വർക്ക്ഷോപ്പിൽ സുഖം ഉണ്ടോ, അവനെ വിളിക്കാം നമുക്ക്. മോളൊരു കാര്യം ചെയ്യും, അത് കുറച്ച് സമയം കൊണ്ട് സുഖം വരും. മോളൊരു ഗ്ലാസ് ചായ അങ്ങ് കുടിച്ചോ. അല്ല ചായ വേണ്ട. അല്ല, മോള് ചായ കുടിച്ചോ മോളെ. ഇത് നമ്മളെ നാട്ടിന്റെ ഒരു ഇതാണ്, സന്തോഷാണ്. ആദ്യം വരുന്ന ആൾക്കൊരു വെള്ളം കൊടുക്കുക. ആണല്ലേ, ഞാൻ കുടിക്കില്ല അങ്ങനെ ചായ. നല്ല ചായ. എല്ലാ പൈസ എങ്ങനെയാ?
പൈസ ഒന്നും വേണ്ട മോളെ. മോൾ ആദ്യമായിട്ട് എന്റെ പീടിയല്ലേ വന്നൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഞാൻ മോളോട് പൈസ ചോദിക്കാം? അങ്ങനെയല്ല, എന്നാലൊരു ചേട്ടൻ കച്ചവടം നടത്തുന്നല്ലേ. അതൊന്നും പ്രശ്നമല്ല, നമ്മളെ നാട്ടിൽ അങ്ങനെയാ. സന്തോഷമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ അതിന് പൈസ ചോദിക്കാം. പോരുന്നു. എന്ത് സ്നേഹമുള്ള മനുഷ്യന്മാരവിടെ. അല്ലേട്ടാ, ഇവിടെ കച്ചവടം എങ്ങനെയാണ്? കച്ചവടം തന്നെ ഭയങ്കര അബദ്ധായിരുന്നു. അങ്ങനെ ഓളെല്ലാം കൂടി തൊഴിലുറപ്പ് എന്നൊക്കെ ഒരു പൈസയൊക്കെ എടുത്ത് സെറ്റായി വരിക. അപ്പൊ എന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ആളുകൾ തെണ്ടി തിരിഞ്ഞ് ഇവിടെ വരൂ. അന്നേരം ഞാൻ ചായ എടുത്തു കൊടുക്കും. ഇവരോട് ഞാൻ പൈസ ചോദിച്ചാൽ ഇവരിട്ട് തരികയില്ല. എന്നാ ചായ കുടിക്കുന്നവർ വിചാരിക്കണ്ടേ ഈ പൈസ തരണമെന്ന്? ഇവരിട്ട് തരികയില്ല. വരുന്നവരൊക്കെ ഇത് തന്നെയാ പരിപാടി. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. സ്കാനർ എവിടെ? സ്കാനർ അവിടെ പറയണ്ടേ, ഞാനേ പൈസ അയച്ചിട്ടുണ്ടേ. അല്ലേട്ടാ, ഇവിടെ വേറെ പീടികളൊന്നും ഇല്ല, ഈ പീടിയ മാത്രമേ ഉള്ളൂ? ഇവിടെ ഈ പീടിയേ ഉള്ളൂ. ആണല്ലേ? ഇതെന്റെ അച്ഛൻ തുടങ്ങിയതാ. ഓ, അച്ഛന് ചായ കച്ചവടം ഇനി? അല്ലല്ല, അച്ഛൻ ഒരു ഫോട്ടോഗ്രാഫറായി. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് തുടങ്ങിയതാ. അടിപൊളി സ്ഥലാ. അല്ല, ചേട്ടൻ അച്ഛൻ എവിടെയാ പോ? അച്ഛൻ മരിച്ചുപോയില്ലേ? പാവം, എങ്ങനെ മരിച്ചേട്ടാ? അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയും കുഞ്ഞനും നടന്നു വരിക, അതിന്റെ ഒരു ഫോട്ടോ എടുത്ത്. ഈ കുട്ടീന്റെ അച്ഛൻ ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ല എടുത്തത്. ആണല്ലേ? അതിന് എന്റെ അച്ഛനെ കൊന്നുകളഞ്ഞ്. എന്താ പറഞ്ഞൊരു കുട്ടീന്റെ ഫോട്ടോ എടുത്തതിന് ഇഷ്ടപ്പെടാൻ കൊല്ലാനോ? കൊന്നുകളഞ്ഞ്. ഏട്ടാ, അതിങ്ങനെ വിട്ടാൻ പറ്റൂല. നിങ്ങൾ കേസ് കൊടുക്കുന്നത്? കേസൊന്നും കൊടുത്തിട്ട് കാര്യമില്ല പെങ്ങളെ. ആരും വന്ന കാര്യമില്ല. നിങ്ങൾ ഞാൻ കൊണ്ടു കൂടെ വരും കൂടെ. നടക്കൂല. അതെന്താന്ന് നിങ്ങൾക്ക് അറിയോ? ഒരു കാട്ടാന ഇങ്ങനെ നടന്നു വരുമ്പോ അച്ഛനാണ് ഫോട്ടോ എടുത്ത്. അന്നേരം കൊമ്പനാടെ വെറുതെ നിൽക്കും, അച്ഛനെ ചവിട്ടിക്കൊന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞ് കേസ് കൊടുത്താലേ. ഇനി കേസ് കൊടുത്ത് ഈറ്റകളൊക്കെ കോടതി വളപ്പ് വരെ എത്തിക്കാനാവുള്ളൂ. ആ ചെറിയ കൂട്ടിൽ ആനയും കുഞ്ഞനും വലിയൊക്കെ എങ്ങനെ നിർത്താൻ എന്റെ മോളെ? സോറി ഏട്ടാ, എന്റെ തെറ്റാ. അല്ല, സുഖുപ്പങ്ങാൻ വരുവോ? സുഖുപ്പം വരും, മോള് ഇരുന്നൊപ്പം വരും. തമ്പിച്ചായം വരുന്നു, ഇനി തള്ളി മറയ്ക്കും. എന്റെ പടച്ചോൻ ഈ പീട് ഇവിടെ ഉണ്ടായാ മതിയായിരുന്നു. സരിഗമ തമ്പിച്ചായ. ഇവിടെ കച്ചവടം കുറഞ്ഞപ്പോ എന്റെ പേരിൽ ഇവിടെ ചായ ഇറക്കിക്ക. എന്തെന്ന്? തമ്പിച്ചായ. ഞാൻ നിങ്ങളെ വിളിച്ചാ മനുഷ്യ തമ്പിച്ചായാന്ന്. അങ്ങനെ സരിഗരിണി നന്നായി പാടുണ്ടല്ലോ. ഞാനും ദാസനൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ബന്ധാണല്ലോ. ഏത് നമ്മളെ തേങ്ങ പറിക്കുന്ന ദാസനോ? അത് എന്റെ കമ്പനിക്കാര്. ഇത് യേശുദാസ്. ഞാൻ ഓനൊക്കെ ആയിട്ട് ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആണ്. ഞാൻ ഓനൊക്കെ ഉണ്ടല്ലോ പണ്ട് മുതൽ ഈ കല്യാണപ്പുരയിൽ കരോക്കെ ഗാനമേളയ്ക്കൊക്കെ പോയിനി. ഞാനും ഓൻ പാട്. അപ്പൊ ഓൻ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ ഈ കറുപ്പും ഇട്ടിട്ട് വരിക പരിപാടി സ്ഥലത്തേക്ക്. അങ്ങനെ ഞാനാണ് ഇവനോട് പറഞ്ഞത്, അനക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ വെള്ളയും വെള്ളി ആക്കിക്കോന്ന്. ഓ, അങ്ങനെയാണ് അപ്പൊ ദാസേട്ടൻ വെള്ളയും വെള്ളി ആക്കിയത്? ഞാൻ പറഞ്ഞിട്ടാക്കിയതാ. വെള്ളയും വെള്ളി ഇടാഞ്ഞേ? ആരെങ്കിലും ഒരാൾ കഞ്ഞി പിടിച്ച് പോയിക്കോട്ടെ. പിന്നെ ഇത് മാത്രല്ല, സംഗീതത്തിലേക്ക് ഭയങ്കര ബന്ധാണ്. എന്ത് ബന്ധോ? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ എല്ലാ പാട്ടുകാരും കൂടി ഇന്റെ ഒരു കമ്പനിക്കാരൻ എപ്പോഴും ഉണ്ടാവും. യേശുദാസ് കോറസ്, ചിത്ര കോറസ്, എന്തിനു പറയുന്നു, റഹ്മാന്റെ കൂട്ടത്തിൽ വരെ ഉണ്ട് ഇന്റെ ഒരു കമ്പനിക്കാരെ. അല്ലത്താരാ? അത് വണ്ടി ബൈക്കിലായിട്ട് വന്നതാ. എന്ത് ചെയ്യുന്നു? ഞാൻ ഓട്ടോ ഓടിച്ച് നടക്കുക. ഓട്ടോ ഓടിച്ചിട്ട് എന്തിനാ നടക്കുന്നത്? അതിന്റെ തന്നെയായിട്ട് കയറി പോയപ്പോരെ. അതല്ല, ഓട്ടോ ഓടിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞതാണ്. അങ്ങനെ അല്ല, മുളയ്ക്ക് എന്തിനാ ഈ ഉണക്ക പീടിയയിൽ വന്നത്? ഞാൻ ഇങ്ങോട്ട് വന്നതല്ല, ഞാൻ ഈ 1-2 കാര്യത്തിന് ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നതാണ്. ഞാൻ നോക്കുന്നത് ഇവിടെ ആരും വരലില്ല. അതെ, ഞാൻ ഈ ഓട്ടോ ഓടിച്ചിട്ട് കുറെ കാലയിൽ നടക്കുന്നത്. അപ്പൊ ഈ വിദേശത്തേക്ക് പോകാൻ ഒരു ഓഫർ വന്ന്, അപ്പൊ എന്റെ ഫ്രണ്ട് കിഷൻ എടുത്ത് വന്നതാ. അല്ല, അങ്ങനത്തെ പേപ്പറൊക്കെ ശരിയാക്കണം ഇവിടെ വിദേശത്ത് പോണെങ്കിൽ. എന്ത് ഫ്രഞ്ച് കിസ്? അയ്യോ, ഫ്രഞ്ച് കിസ് അല്ല, എന്റെ ഫ്രണ്ട് കിഷൻ എടുത്ത് വന്നതാണ്. അത് മര്യാദക്ക് പറഞ്ഞു കൊടുക്കാം, അല്ല ചങ്ങായി കാട് കയറി ചിന്തിച്ചു പോകും. അല്ല, ഈ വിദേശത്ത് എവിടെയാ? വിദേശ ഡെൻമാർക്കില്. ഡെൻമാർക്ക് ഭൂപടത്തൊന്നും ഇല്ലേ ഇപ്പൊ? 30 വർഷമായിട്ട് ഞാൻ ആടിയേനി ഡെൻമാർക്കിലോ? ഓ, അപ്പൊ നല്ല പരിചയം ഉണ്ടാവില്ല അവിടെ. ഞാൻ ഈ 30 വർഷം മുമ്പ് ഞാൻ ആടെ എത്തുന്ന സമയത്തുണ്ടല്ലോ, ആടെ അവർക്ക് ശരിക്കും 9 മാർക്കേ ഉള്ളൂ. 9 മാർക്കേ ഉള്ളൂ. പിന്നെ ഞാൻ ആടെ എത്തി അവിടെ വികസനം അങ്ങോട്ട് കൂടി. അപ്പൊ ഈ തൊഴിലുറപ്പിന്റെ പെണ്ണുങ്ങളൊന്നും കുടുംബശ്രീ ഞാൻ ഇവിടുന്ന് പോകുമ്പോ കൂട്ടത്തിൽ വന്നതല്ലേ. അങ്ങനെ ഇതൊക്കെ കൂടെ അവനോട് പറഞ്ഞു, നിങ്ങളെ വകയായിട്ട് എന്തെങ്കിലും ഒരു മാർക്ക് നിങ്ങൾ തരണമെന്ന്. അങ്ങനെ ഞാനാണ് ഇത് നോക്കിയിട്ട് കൊടുക്കാണ്ടിരിക്കാനും പറ്റൂല. അമ്മാരുടെ വികസനമല്ലാടെ. അങ്ങനെ ഞാൻ ഒന്ന് കണ്ടും പൂട്ടിയ ഒരു മാർക്കും കൂടി ഇട്ട് കൊടുത്ത്, അങ്ങനെയാണ് ഈ 9 മാർക്ക് 10 മാർക്കായത്. അപ്പൊ നിങ്ങളാണ് 10 മാർക്ക് പേരുണ്ടാക്കിയത്? ഞാൻ ഉണ്ടാക്കിയത്. ഹലോ, ഓ ഓ ഓ ഓ അങ്ങനല്ല. ഏ ഓ ഹ, ഏ ഓ ഹ, കേളി
മിഥുനം മിഥുനം ഹേ ഹോ ഹാ ഹേ ഹോ ഹാ അങ്ങനെ പാടി അങ്ങനെ കളിയാ കളിക്കുന്നത് ഇവിടെ ഫുള്ള് പ്രശ്നം പുലി ഇറങ്ങിക്ക് പോലെ കാട്ടുന്നത് കാട്ടുന്ന പുലിയല്ലാണ്ട് പിന്നെ പുലിമുരുകന്റെ ടൈലർ ഇറങ്ങോ ഇതെല്ലാം കൂടി പഞ്ചായത്ത് കെട്ടിൽ പെട്ട് കിടക്കാൻ പോലും ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ ഫോറസ്റ്റുകാരെ വിളിച്ചു നോക്ക അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? നമുക്ക് പഞ്ചായത്ത് പരാതി ഏടിയും പോണ്ട എന്തായാലും ഈ പോയിട്ട് കാര്യമില്ല സാധനം തീർന്നിക്കുന്നു അതെങ്ങനെ ചേട്ടൻ പറയാ പോയി നോക്കാതെ? ഞാനാ തീർത്ത് നിങ്ങളോ? ഞാനല്ലേ തീർത്ത് വെറുതെ പറയരുത് കേട്ടോ. എടോ ഞാൻ ഈ പൊലച്ച 5-5:30 മണിക്ക് ഞാൻ അങ്ങനെ നടന്നു വരുമ്പോ കുട്ടിക്കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരൊച്ച ഞാൻ ബെല്ലങ്ങനെ നടന്നു പോയി കണ്ടേ പുല്ലിങ്ങനെ അങ്ങോട്ട് നീക്കി അങ്ങോട്ട് നിൽക്കണ്ട കണ്ണു കുത്തും പുല്ല് അങ്ങോട്ട് ബാക്കോട്ട് പുലി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് എന്നോടൊരു ചോദ്യം അല്ലാതെ കള്ള വാങ്ങിച്ച മോനെ മുട്ടാണ്ടി വിളിക്കാണ്ടാണ് അങ്ങോട്ട് കയറി വരുന്നത് പുലി എന്നോടൊരു ചോദ്യം പുലി വർത്താനം പറയും നിങ്ങൾ ഷേരും ഷൂത്രനൊന്നും വായിക്കില്ല അതിനകത്ത് വായിക്കും കഥ അറിയില്ലേ അതേമാതിരി തന്നെ അതിവിടെയും പറഞ്ഞു അങ്ങനെ ഇത് ഇന്റെ നേരെ ഒരു ഒറ്റ ചാട്ടം നേരെ അങ്ങനെ ഞാനൊന്നും നോക്കിയില്ല ഞാൻ ഈ ഫുട്ബോൾ അടിക്കുന്ന മാതിരി മെസ്സി അടിക്കുന്ന മാതിരി വന്നും കണ്ട് ഇടത്തേക്കാലുണ്ട് എടുത്തും കണ്ട് വലത്തേക്കാലുണ്ട് ഒരു അങ്ങനെയാണ് അത് ഈ പഞ്ചായത്ത് കിണറിൽ വീണത്. കുറച്ച് കൂടിപ്പോയിണ്ട് കുറച്ചിട്ട് അടിച്ചേ കുറച്ചതാ ഞാൻ എന്റെ ഫുള്ള് പവർ എടുത്തിട്ടാണ് ഇതിനെ അടിക്കുന്നത് ഉണ്ടെങ്കിലോ ഇത് ഏതെങ്കിലും ഉൾക്കാട്ടിൽ പോയി വീഴും അങ്ങനെ ഉൾക്കാട്ടിൽ പോയി വീണുണ്ടെങ്കിൽ ഇതിനാകെ ഒരു ഈഗോ അടിക്കും കാരണം ഇന്നെക്കാട്ടും പവർ ഉള്ള ഒരാൾ ഇവിടെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ ഇതിനുണ്ടാവുമല്ലോ അതിനെ കൊണ്ട് ഞാൻ കുറച്ചിട്ട് അടിച്ചേ പിന്നെ ഇത് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആരാ കുടുങ്ങുക? എടാ ശരിക്കും ആരാ കുടുങ്ങുക? ചുമക്കണ്ടോ? എനിക്കാ ചുമക്കുന്ന എല്ലാവർക്കും ചുമയായപ്പോ അതെ ഈ ചുമക്ക് വേറെ കാര്യമുണ്ട്. പെരുമ്പാമ്പില്ലേ, പെരുമ്പാമ്പിന് നെയ്യ് കഴിച്ചിട്ട് ചുമ മാറുന്നു കേട്ടിരിക്കുന്നു. അത് കഴിച്ചാ മാറും. പക്ഷെ ഈ പെരുമ്പാമ്പിന്റെ നെയ്യ് കേടുന്ന് കിട്ടാനാ? ഈ പെരുമ്പാമ്പിന്റെ നെയ്യ് എടുക്കേണ്ട ആവശ്യം വന്നപ്പം ഇന്നോട് ചോദിച്ചോ നിങ്ങൾ പെരുമ്പാമ്പിന്റെ അച്ഛനാ? എടാ പെരുമ്പാമ്പിന്റെ അച്ഛനായിട്ടല്ല എന്റെ വീടിന്റെ ബാക്കിൽ ഒരു നാലത്തിന് ഞാൻ കെട്ടിട്ടിക്കല്ലേ. അത് വാടായിരിക്കും. ആടല്ലടാ പെരുമ്പാമ്പിന്റെ നാലത്തിന് ഞാൻ കെട്ടിട്ടിക്ക. എടാ നെയ്യ് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരു പലകേന്റെ മുകളിൽ ഒരു ബ്ലേഡ് ഇങ്ങനെ നീളത്തിൽ അടിച്ചിട്ടിക്ക. അങ്ങനെ ഈ പെരുമ്പാമ്പ് നെയ്യായി കഴിഞ്ഞാല് പെരുമ്പാമ്പ് ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ ഒരു പോക്ക ആ പോക്കിന്റെ അകത്ത് രണ്ട് സൈഡിലും നെയ്യ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പൊ ഞാൻ ഉണ്ടാക്കും ഈ നെയ്യ് ഒന്നായിട്ട് വാരി വലിയൊരു കുപ്പിയിലകത്ത് ആക്കി വെച്ചിരിക്കുന്നത്. കുപ്പിയിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അക്ക് വേണമെങ്കിലും തരാം, അക്ക് വേണമെങ്കിലും തരാം. ഒരു മിനിറ്റ് ഓർഡർ ഉണ്ടോ? നോക്കട്ടെ ഓർഡർ ഉണ്ടോ? പെരുമ്പാമ്പിന്റെ ഓർഡർ. ഹലോ നമ്മള് പറഞ്ഞ ആൾ ഇവിടെ തന്നെ ഉള്ളത്. ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. അയാൾ ഒറ്റയ്ക്കാണോന്ന് അറിയില്ല, ടീമാണോന്ന് അറിയില്ല. ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ. അല്ലല്ല ഞാൻ ഒറ്റയ്ക്കാ. അയാൾ ഒറ്റയ്ക്കാന്നൊക്കെയാ പറയുന്നത്. ശരി ഞാൻ വിളിക്കാം. നിങ്ങൾ കാര്യം ചെയ്ത് കുറച്ച് ടീമിനെ കൂടി വിട്. ശരി ശരി. അതെ ടീം ഇപ്പൊ വരും. അതെ അതെ നമുക്ക് പോയാലോ? ടീം വന്നോട്ടെ. ടീം വരുന്നതിന് മുന്നേ നമുക്ക് വേറെ നെയ്യ് എടുക്കട്ടെ. വാ വാ. ഇങ്ങോട്ട് പെരുമ്പാമ്പിന് നെയ്യ് എടുക്കാനാ? നീ എന്താ വിചാരിച്ചേ ഞാൻ ആരാന്നറിയോ? ഓട്ടോറിക്ഷ. ആഹാ ഞാനേ ആള് മാറി വന്നതാ. അതന്നെ ഓട്ടോറിക്ഷയിൽ വയ്യേറ്റിട്ട് നേരത്തെ പറഞ്ഞല്ലേ. എടാ ഞാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയാടോ. സാറേ താനെന്താ വിചാരിച്ചത് കാട്ടിക്കറി പെരുമ്പാമ്പിനൊക്കെ കൊല്ലാന്നോ? ഞാൻ അങ്ങനെ ചെയ്യില്ല. താനോട് സാഷ്ടാംഗം പറഞ്ഞോട് താൻ ചെയ്യാറുണ്ടെന്നുള്ളത് താൻ കേട്ടല്ലേ? താൻ സാക്ഷി പറയാൻ കോടതിയിലെത്തണം. ഞാൻ പറയൂ കൊണ്ടോലി ഏതായാലും കൊണ്ടുപോകില്ല. നിങ്ങളൊരു കാര്യം ചെയ്യോ? എന്താ ആ പെരുമ്പാമ്പിന്റെ ഫോട്ടോ നിങ്ങളെ ഫോണിൽ കാണിച്ചു തരോ? എന്തിന്? ഏതായാലും നിങ്ങളെ കൊണ്ടുപോയി കോടതി കയറ്റൂലേ? അപ്പൊ ആടെ കുറെ പെരുമ്പാമ്പിന് പകരം ഞാൻ വേറെ ഏതെങ്കിലും ഒരു പാമ്പിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കേസും കൂടി എന്റെ പേരിലാവില്ലേ? അതിനെക്കൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് കണ്ട ആ പെരുമ്പാമ്പിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരി. ഞാൻ പെരുമ്പാമ്പിനെ കണ്ടിട്ടില്ല. പുലിനെ കഞ്ചി പേടിയാണ്. ഇത് നമ്മുടെ പുതിയ ടീമാണ്. ഒരു ഉഗ്രം കൈഡി കേട്ടോ. ഹലോ പേര്? വിപിൻ. രണ്ടുപേർക്കും നമ്മുടെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിപിൻ ആദ്യമായിട്ട് ഫ്ലോറിൽ സ്കിറ്റ് ചെയ്യുവാണോ അതോ മുമ്പ് ചെയ്തിട്ടുണ്ടോ? ആദ്യമായിട്ട്. ചേട്ടനോ? ഇവിടെ ചെയ്തിട്ടുണ്ട് മുമ്പ്. ഓ അടിപൊളി. അപ്പൊ ഒരിക്കൽ കൂടെ രണ്ടുപേർക്കും സ്വാഗതം. നസീർക്ക നിങ്ങള് വേറെ എന്താ ജോലി? ഞാനൊരു ഷോപ്പിലാ. ഞാൻ ഹോട്ടലാ. മിമിക്രി ആയിട്ടും ഇങ്ങനെ സ്കിറ്റ് ചെയ്തും വേറെ ഇതിനു മുമ്പുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടോ? പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമിന്റെ കൂടെ കളിക്കുകയോ ചെറിയ മാട്ട പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. നാട്ടിൽ തന്നെ കോഴിക്കോട് രണ്ടുപേരും. ഈ സ്റ്റേജിനെ കുറിച്ചും ഈ പ്രോഗ്രാമിനെ കുറിച്ചും ഒക്കെ ഏകദേശം ഐഡിയ നിമിഷ തന്നു കാണുമല്ലോ. ഇത് കാണാറുണ്ടോ പ്രോഗ്രാം? കാണുമ്പോൾ എങ്ങനെയാ നിങ്ങളുടെ മനസ്സിൽ ഇതിന്റെ ഫീലിംഗ്, ഈ ഷോയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താ? അത്രയും നല്ല ഷോ ആയതുകൊണ്ടാ വന്നത്. അപ്പോൾ പിന്നെ ആദ്യം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അത്രയ്ക്കും നല്ലൊരു സ്കിറ്റുമായിട്ട് വേണം വരാൻ. ഇപ്പം നിങ്ങൾ പുതിയ ആൾക്കാരായതുകൊണ്ട് ഇനി മുമ്പോട്ട് യാത്ര ചെയ്യണം എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ നല്ല നല്ല സ്കിറ്റുകൾ സെലക്ട് ചെയ്ത് നല്ല നല്ല തമാശകളുമായി നല്ലപോലെ റിഹേഴ്സൽ ചെയ്ത്
പാക്കായിട്ട് വേണം വരാനായിട്ട്. നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടെയൊക്കെ നല്ലപോലെ ആകണം, കുറച്ച് ലൈവ് ആകണം. ബാക്കി ഇവർ പറയും. താങ്ക് യു നസീർക്ക. ഷാജൻ ചേട്ടാ? കുഴപ്പമൊന്നുമില്ല, കാര്യം ഫസ്റ്റ് ടൈം അല്ല, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും, നമുക്കത് മനസ്സിലാവും. കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം കേട്ടോ. നിമിഷക്കറിയാം, നിമിഷ ഒരുപാട് സൂപ്പർ ഹിറ്റ് സ്കിറ്റുകൾ ഇവിടെ ചെയ്തിട്ടുള്ള ഒരാളാണ് നിമിഷ. ഇവിടുത്തെ ഒരു സീനിയർ മോസ്റ്റ് എന്നുള്ള രീതിയിൽ നിമിഷയ്ക്ക് കുറച്ചുകൂടെയൊക്കെ ഇവരെ ഒന്ന് ഗൈഡ് ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇത് പോരാ, നമുക്കിവിടെ കുറച്ചുകൂടെ നല്ല സ്കിറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് നിമിഷയ്ക്ക് ഇവരെ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സനുരാജിനെ കണ്ട് നമ്മുടെ നിർമ്മൽ പാലാഴിയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഒക്കെ ഞാനിവിടെ ഫിഗർ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ആ പ്രസൻറ്റേഷനും ഒക്കെ നമുക്ക് നിർമ്മലിനെ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നല്ല നല്ല തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുതിയ പുതിയ കോണ്ടന്റുകളും ഒക്കെ ആയിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ? നിമിഷ, സനരാജ്, വിപിൻ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പം നിമിഷ രണ്ടുപേരെ കൊണ്ടുവന്നു. അത് നമുക്ക് ആ സ്കിറ്റ് റെഡി ആയില്ല, ഫസ്റ്റ് സ്കിറ്റാണ്. പക്ഷേ ഈ നിർമ്മൽ പാലാഴിയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം നിങ്ങളുടെ സ്ലാങ് ആണ്. ഭാഷ. നിങ്ങളുടെ ഭാഷ വെച്ചിട്ട് നിങ്ങൾ ചെറിയ തമാശ ഉണ്ടാക്കിയാൽ മതി, അതിന് ഭയങ്കര ചിരി കിട്ടും. പെട്ടെന്ന് നോട്ടബിളാണ് നിങ്ങളുടെ ഈ ഭാഷ എന്ന് പറയുന്നത്. പിന്നെ തന്നെയല്ല, ഏറ്റവും കൂടുതൽ ഫാൻസ് ഇപ്പം നിങ്ങളുടെ ഒരു സ്കിറ്റ് എന്താ പറയുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴിക്കോട് തന്നെ ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ടാകും. അത്രയ്ക്ക് ആർട്ടിസ്റ്റുകളെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അത് ഞാൻ പറയുന്നത്, നിങ്ങൾ പണിയെടുത്താൽ, നന്നായിട്ട് പണിയെടുത്താൽ നിങ്ങൾക്ക് നല്ല ഈ പറയുന്ന പോലെ നല്ല സപ്പോർട്ട് കിട്ടും. അപ്പം നിമിഷ ഒന്ന് മനസ്സ് വെക്കുക. കാര്യം ഇത് ടോട്ടലി നമ്മൾ കഥയൊക്കെ പറഞ്ഞാൽ ലെങ്ത് കൂടിയാലും നമുക്കത് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ ഒക്കെ നമുക്കുണ്ടാകും. അടുത്തതിൽ ക്ലിയർ ആക്കുക എന്ന് വെച്ചാൽ അതിനകത്ത് എക്സ്ക്യൂസ് ഇല്ല, പൊളിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. സ്മൂത്ത് വർക്ക്. താങ്ക് യു ചേട്ടാ. അപ്പോൾ ഇവരുടെ മാർക്ക് നസീർക്ക 1000 രൂപ കൊടുക്കും. നസീർക്കയുടെ 1000 രൂപ, ഞാൻ 1000 രൂപ കൊടുത്തു. പ്രചോദനത്തിന് 1000 രൂപ, 5000 രൂപ. ഇത് ഇവിടെ സംബന്ധിച്ചൊരു എമൗണ്ടേ അല്ല, ഇവിടെ തമാശയ്ക്കാണ് പൈസ. ഒരു മാർക്കിന് 1000 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം ഈ വേദിയിലേക്ക് വരുമ്പോൾ നല്ലൊരു വെടിയും പുകയും സാധനമായിട്ട് വരിക. സമയം എടുത്താലും അങ്ങനെ ഉഗ്രനായിട്ടായിട്ട് വരണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് ജയിച്ചിട്ടുണ്ട്, ചിഞ്ചറാണി ഉണ്ട്, രാജുണ്ട്. ഹലോ, ഇടേ സതീശ, രാവിലെ വീട് നോക്കാൻ ആള് വരുമെന്ന് പറഞ്ഞിട്ട് സമയം ഇത്രയായില്ലേ, ഇതുവരെ ആളെ കണ്ടില്ലല്ലേ? അത് ശരി. പിന്നെ അതുപോലെ തന്നെ അവരുടെ അടുത്ത് പ്രത്യേകം പറയണം, 2 റൂം ഒരു അടുക്കളയാണ് ഇവിടെ ഉള്ളത്. അതിലെ ഒരു റൂം ഒരു അടുക്കളയെ വാടകയ്ക്ക് കൊടുക്കും. മറ്റേതിൽ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാരിയിട്ട് ഞാൻ വെച്ചേക്കാണ്. ഓ ശരി ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവനൊക്കെ ഇനി എപ്പോ വരാനാണോ? ആരാ നീ? ചേട്ടാ, ഞാൻ തഴുത്തല മണി. നീ എന്തിനാടാ ഈ വീടിന്റെ പിന്നെ കിടന്ന് കറങ്ങുന്നത്? ചേട്ടാ, ഈ ഒഴിഞ്ഞ വീട്. അത് പറ. ഒഴിഞ്ഞ വീടും പരിസരമൊക്കെ വന്ന് കണ്ടുവച്ചിട്ട് പോവാ, എന്നിട്ട് രാത്രിയാകുമ്പോൾ മോട്ടിക്കാൻ ഇറങ്ങാം. നിന്നെ കാണുമ്പോഴേ അറിയാം കള്ള ലക്ഷണം. പെട്ടിക്കകത്തൊക്കെ ചേട്ടാ, പെട്ടിയിൽ എന്റെ സ്വകാര്യ സാധനമാണ്. നിന്റെ സ്വകാര്യ സാധനമൊക്കെ നിന്റെ പെട്ടിക്കകത്ത് വെച്ചോണ്ടോ നടക്കുന്നേ? എന്റെ സ്വകാര്യ സാധനം മീശത്തോണ്ട് വെക്കാൻ പറ്റും. അത് നീ എവിടെ കൊണ്ടുപോയി? ഈ പെട്ടിയും തുറന്നു കാണിരാ. ചേട്ടാ, പെട്ടി ഞാൻ തുറക്കൂല. അപ്പൊ ഇതിനകത്ത് എന്തോ ഉടായിപ്പുണ്ടല്ലോ. നീ മാറ, ഞാൻ നോക്കാം. പെട്ടി പിടിക്കല്ലേ ചേട്ടാ. എന്താടാ നിനക്ക് മടി? എന്താടാ എടാ കോഴിത്തല മണിയാ? കഴുത്തല മണി. ഇത് ആരുടെ അടുക്കളയിൽ നിന്ന് മോട്ടിച്ചുകൊണ്ടുവന്ന പാത്രങ്ങളാടാ? ചേട്ടാ, ഇത് ആരെയും അടുക്കളയിൽ നിന്ന് മോട്ടിച്ചാല് എന്റെ സ്വന്തം അടുക്കളയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. എന്റെ ദൈവമേ, സ്വന്തം അടുക്കളയിൽ നിന്ന് സ്വന്തം പാത്രം മോട്ടിച്ച് വിൽക്കുന്ന ഒരു കള്ളനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ചേട്ടാ, ഞാൻ സതീശൻ പറഞ്ഞിട്ട് വന്നാണ് ഈ വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? അത് പറയാൻ സമ്മതിക്കണ്ടേ? ശരി, ഇപ്പൊ എന്റെ കുഴപ്പമായോ? ഞാൻ വീട് വാടകയ്ക്ക് കൊടുക്കാൻ ഇട്ടേക്കാണ്, പക്ഷേ നിനക്ക് ഞാൻ വീട് തരത്തില്ല. നിന്നെ കാണുമ്പോഴേ ഒരു വശപ്പശകും. അതുമല്ല, ഞാൻ ഈ ബാച്ചിലേഴ്സിന് വീട് കൊടുക്കത്തില്ല, ഫാമിലിക്ക് മാത്രമേ കൊടുക്കൂ. സാറ് കിട്ടും? ചേട്ടാ, ഞാൻ ഫാമിലിയാണ്, കല്യാണം കഴിച്ചു. നീ എടാ, ഇത്രയും സമ്പന്ന എനിക്കിതുവരെ പെണ്ണ് കിട്ടില്ല, പിന്നെ നിനക്ക് പെണ്ണ് കിട്ടുന്നത്? ചേട്ടന് വിശ്വാസമായില്ലേ? ആയില്ല. ഡേ മറിയേ, ഇങ്ങോട്ട് വാ. ഇതാണ് എന്റെ ഭാര്യ മറിയ. ഇപ്പൊ വിശ്വാസമായല്ലേ? അതെ കുട്ടി. കുട്ടിയുടെ പേരെന്താണ്? മറിയ. ഞാനത് ആ കുട്ടിയോടല്ലേ ചോദിച്ചത്? കുട്ടിയോട് ചോദിച്ചാൽ ഇതേ പറയൂ. ചേട്ടാ, ഞാൻ ഈ പെട്ടി എടുത്ത് അകത്തോട്ട് കൊണ്ട് വെക്കട്ടെ? നീ ഇപ്പൊ എങ്ങോട്ടും കയറണ്ട. ഈ വീട് നമുക്ക് ശരിയാവില്ല, നമുക്ക് ആ സതീശന്റെ അടുത്ത് പറഞ്ഞിട്ട് വേറെ വീട് എടുക്കാം. നോക്കുമ്പോ ചേട്ടാ ഒന്ന് നിക്ക്, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, അങ്ങനെ ചിലപ്പോ തന്നാലോ? അതെ ചേട്ടാ. ചേട്ടാ, ഞങ്ങൾക്ക് ഈ വീട് താമസിക്കാൻ തരുവോ? തരുവോന്നാ? നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ്. അപ്പൊ ഇതല്ലേ ഞാൻ ഇത്ര നേരം ഇയാളടുത്ത് ചോദിച്ചത്. അപ്പൊ ഇയാളെ വായിൽ കുരു ആയിരുന്നാ? എടാ, ചോദിക്കേണ്ടവര് ചോദിക്കേണ്ട രീതി ചോദിക്കണം, മനസ്സിലായല്ലേ?
അതേ കുട്ടിക്ക് എൻ്റെ ഈ വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടോ? അയ്യോ, ഇഷ്ടപ്പെട്ടോന്നോ? ഞങ്ങൾ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് എനിക്ക് മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട്. എനിക്കും അല്ല, ഞാനും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടേക്കുന്ന വീടായത്. അതിപ്പോ ഉപകാരമായില്ലയോ? ഇനിയിപ്പോ സംസാരിച്ച സമയം കണ്ട ഐശ്വര്യമായിട്ട് അഡ്വാൻസ് എടുത്തിട്ട് താക്കോല് വാങ്ങിയിട്ട് പൈസ. അപ്പൊ ചേട്ടാ, അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ഐശ്വര്യമായിട്ട് താക്കോല് തരൂ. ഞാൻ ഐശ്വര്യമായിട്ടല്ലേ കൊടുക്കൂ. കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് ഐശ്വര്യമായിട്ടേ കൊടുക്കാവൂ. കാരണം നമ്മുടെ ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മളല്ലേ. ഐശ്വര്യം, ഇതാണ് എൻ്റെ ഐശ്വര്യം. ഇനി സംസാരിച്ചിരിക്കണ്ട, ഐശ്വര്യമായിട്ട് അകത്തോട്ട് കയറിയാട്ടെ, അകത്തോട്ട് കയറിയാട്ടെ. ഏയ്, പോന്നില്ലേ? അല്ല, ചേട്ടൻ പോകുന്നില്ലേ? പിന്നെ ഞാനും കൂടെ പോയിട്ട് വരാം. അകത്തോട്ടല്ല, പുറത്തോട്ട്. ശരിയാണല്ലേ, ഞാൻ പുറത്തോട്ടല്ലേ പോകണം, ഞാനത് മറന്നുപോയി. എന്നാ ശരി എന്നാ. അതെ ചേട്ടാ, എന്നെ നല്ല വീടാ ചേട്ടാ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതെ, അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട വാടക വീടാണ്. അവന് എനിക്കറിയത്തില്ലേ. പിന്നെ ഒരു കാര്യം, അയാൾ എല്ലാ മാസം 1-ാം തീയതി ഇവിടെ വാടക വാങ്ങിക്കേണ്ടി വരും. അയാളെ മുമ്പ് ചെന്ന് കിണിച്ചോണ്ട് നിൽക്കരുത്. എനിക്ക് അയാളെ കണ്ടപ്പോഴേ ഒരു വശപ്പശക്കാണ്. അങ്ങേര് വശപ്പശക്കാണെങ്കിലേ അങ്ങേർക്ക് എവിടെ നിന്നും കിട്ടിക്കോളും. നിങ്ങൾ അതൊന്നും പറഞ്ഞു നിൽക്കാതെ അകത്ത് കയറിയ ജനലും കഥയൊക്കെ തുറന്നിട്, എടുത്ത് തൂത്ത് വരാൻ നോക്കും. ഞാൻ ഈ സാധനം എടുത്തോണ്ട് വരാം. ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. ചേട്ടാ, എന്തോ നിങ്ങളെയല്ലേ വിളിച്ചത്? എന്റെ ചേട്ടനെ വിളിച്ചത്. ചേട്ടാ, അയാൾ എന്തിനാ വിളിച്ചു വരുന്നത്? അത് അവിടെ കണ്ടിരിക്കട്ടെ, ഞാനിവിടെ നിൽക്കല്ലേ, പിന്നെന്തുവാ? അല്ല, ചേട്ടൻ തന്നെ ഈ ബാഗൊക്കെ ആയിട്ട് ഇവിടെ എന്റെ ഒരു മുറി ഒഴിഞ്ഞ് കിടപ്പുണ്ടല്ലോ, ഈ സാധനം അതിനകത്തോട്ട് വെക്കാൻ വേണ്ടി വന്നതാ. അത്രേ ഉള്ളായിരുന്നു. അയ്യോ, കുട്ടി ഒറ്റയ്ക്കാന്നോ ഈ ജോലിയൊക്കെ ചെയ്യുന്നേ? പിന്നല്ലാതെ. ഈ പ്രായത്തിൽ ഇത്രയും കട്ടിപ്പണിയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ആണുങ്ങൾ ചെയ്യേണ്ട പണിയാ. ഞാൻ സഹായിക്കാം. കുട്ടിയുടെ അറ്റത്തോട്ട് പിടിച്ചേ. ഇതെന്താ? ഇതൊക്കെ ഇവിടെ ഇട്ടിരുന്നാ മതിയോ? കൊണ്ടൊന്ന് പെരക്കകത്ത് വെക്കണ്ടേ? പോവല്ലേ? അതെ ചേട്ടാ, പെട്ടി മാറ്റ്. ഞാനിത് യൂണിയൻകാരനാണ്. സഹായിച്ചില്ല. ചേട്ടൻ എന്താ ഇവിടെ എന്റെ ഒരു മുറി ഒഴിഞ്ഞടക്കിയല്ലേ, അപ്പൊ അതിലാണ് ഇനി എന്റെ താമസം. ചേട്ടാ, ഞാനും എവിടെ ഒരുമിച്ചല്ലേ ഇവിടെ താമസിക്കണത്. അതിനിപ്പോ ചേഞ്ച് ചെയ്യണോ? അതാണോ ഞാൻ പറഞ്ഞത്. ചേട്ടാ, അത് ബുദ്ധിമുട്ടല്ലേ ചേട്ടാ? അയ്യോ, നിങ്ങൾ ആ കാര്യം ഓർത്ത് വിഷമിക്കാൻ വേണ്ട, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്നാ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്യും, എന്റെ അഡ്വാൻസ് ഇങ്ങനെ ചേട്ടാ, ഞങ്ങൾ ഇവിടെ നിന്ന് മാറി തന്നേക്കാം. അല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. 11 മാസം കഴിയാതെ അഡ്വാൻസ് തിരിച്ചു ചേർത്തില്ല, അതാണ് എഗ്രിമെന്റ്. അങ്ങേര് വീട് തരാൻ നേരത്തെ എന്തോ പറഞ്ഞത്? ഒരു മുറി അങ്ങേർക്ക് വേണോന്നല്ല പറഞ്ഞത്. നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാ പോരെ? കുഴപ്പമില്ലേ? പിന്നല്ലാതെ. എന്നാ കാര്യം, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കും. അതെ കുട്ടി, പോലെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഈ ചോറ് വെക്കുമ്പോൾ അതിനകത്ത് ഉപ്പിടരുത്. എനിക്ക് ചെറിയ പ്രഷറിന്റെ കുഴപ്പമുണ്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ, പഞ്ചസാര തീർത്തും ഒഴിവാക്കണം. അച്ചാർ ഐറ്റംസ് ഒന്നും എനിക്ക് വേണ്ട. ഒരു ഇച്ചിരി അവിയലോ ഇച്ചിരി മീൻചാറോ ഉണ്ടെങ്കിൽ കുശാലായി. അല്ല ചേട്ടൻ, ഇതൊക്കെ എവിടെടുത്ത് പറയണം എന്തിനാണ്? നമ്മളിനിയിപ്പോ ഒരുമിച്ചല്ലേ താമസിക്കാൻ പോന്നേ, അപ്പൊ എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ആ കുട്ടിയും കൂടെ അറിഞ്ഞിരിക്കണ്ടേ? ചേട്ടാ, ഞാനിവിടെ വീട്ടിലൊന്നും ഉണ്ടാക്കുകയില്ല ചേട്ടന് വെച്ച് വിളമ്പി തരാൻ വേണ്ടിട്ട്. ചേട്ടൻ വേണമെങ്കിൽ സ്വന്തമായിട്ട് വെച്ച് വിളമ്പി കഴിച്ചോളാം. അതെ, ഇവിടെ ആകെ ഒരു അടുക്കളയേ ഉള്ളൂ. അപ്പൊ നാളെ മുതൽ ഈ കുട്ടിയുടെ കൂടെ പാചകത്തിന് ഞാനും അടുക്കളയിലുണ്ടാവും. കുട്ടി ചോറ് വെക്കുന്നു, ഞാൻ സാമ്പാർ വെക്കുന്നു. കുട്ടി മോര് കാച്ചുന്നു, ഞാൻ പപ്പടം കാച്ചുന്നു. എങ്ങനെയുണ്ട്? അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, ചേട്ടന് ഒരു നേരത്തെ ആകാരം ഞാൻ തന്നോളാം. എന്തോർത്താനേ പറയുന്നത്? എന്നെ കൊണ്ട് കണ്ടവന്മാർക്ക് വെച്ചോളമാരൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എടി, നമ്മൾ ഒരു പട്ടിയെ വളർത്തി അതിന് ഇച്ചിരി ആഹാരം കൊടുക്കണ്ടേ? അങ്ങനെ അങ്ങ് കൂട്ടിയാ മതി. പെട്ടിയിൽ അരിയും പയറും ഒരുപാട് പോയി കഞ്ഞി വെക്ക്. അയ്യേ, അപ്പൊ കഞ്ഞിയാണ്? ഇല്ല, ഇയാൾക്ക് ഞാൻ കുഴിമന്തി ഉണ്ടാക്കി തരാം. നീ എന്തോ നോക്കി പോയി കഞ്ഞി കഴി. മനുഷ്യന്റെ ഒരു കാര്യം. കഞ്ഞിയെങ്കിൽ കഞ്ഞി. അയ്യോ ചേട്ടാ, ഇതിവിടെ നടക്കൂല. അതെന്ത് നടക്കാത്ത? എന്റെ വീട്, എന്റെ റൂം, ഇതൊക്കെ ഇവിടെ നടക്കുമെന്ന് നോക്കണമല്ലേ? അവന്റെ ഒരു തലയെടുപ്പ് കണ്ടു. നാരങ്ങ, പച്ചോളാ, ഇതെല്ലാം കൂടെ അടിപൊളിയാവുമല്ലോ. നിന്ന് വെള്ളം ഇറക്കണ്ട, ഒരെണ്ണം ഒന്ന് അടിച്ചു നോക്ക്. വേണ്ട, എനിക്ക് ശരിയാവില്ല. പേടിക്കണ്ട, ധൈര്യമായിട്ട് അടിച്ചോ. ഞാൻ അടിച്ച ഇത് ഞാൻ മറിഞ്ഞ് വീട് വിടാം. അതല്ലേ വേണ്ടത്. അല്ല, ധൈര്യമായിട്ട് അടിച്ചോ, പേടിക്കണ്ട. അടിയന്നേ, ഇങ്ങനെ പേടിച്ചാലോ? ആഹാ, കേറട്ടെ. ഇത്രേ ഉള്ള സംഭവം ഇപ്പൊ മനസ്സിലായല്ലേ? അയ്യ, നമ്മൾ ഈ പേടിക്കുന്ന കണക്കല്ല, കണ്ണു അടച്ചും കടിച്ചോണം. അയ്യോ, അവ അത് അടിച്ചിട്ട് പോയാ കണ്ടോ? വന്നിട്ട്
നീ വിചാരിക്കുന്ന പോലൊന്നല്ലോ പുലി തന്നെ. എത്ര അടിച്ചോ, മറിയുന്നവരടിച്ചോ, ഞാൻ ഇങ്ങനെ നിൽക്കുവല്ലയോ. ചേട്ടാ എനിക്ക് ഇച്ചിരി അടിച്ചുകഴിഞ്ഞാൽ ടച്ചിങ്സ് ഇല്ലാതെ പറ്റൂല. ടച്ചിങ്സിനിപ്പം അകത്തെന്തെങ്കിലും ഉണ്ടെന്ന് നോക്കിയാണ്. അവിടെ അരി പയറുമല്ലേ ഉള്ളു. ഒരു കാര്യം ഞാൻ പുറത്ത് പോയിട്ട് ടച്ചിങ്സ് മാറ്റിട്ട് വരാം. പോട്ടോ പോട്ടോ പോ. അതെ, എന്റെ ചേട്ടൻ എന്ത് ചെയ്യേ? പുള്ളി പുറത്തുവരെ പോയി. പേടിക്കണ്ട, ഞാനുണ്ടല്ലോ ഇവിടെ. എന്റെ ചേട്ടൻ എന്തോ നിങ്ങൾ കാണിക്കുന്നത്? എന്താ പറ്റി? ഇത് അങ്ങനെ കൊടുത്തോ നിങ്ങള്? കുട്ടി വഴക്കൊന്നും പറയേണ്ട, ഒരു ശകലമേ കൊടുത്തിട്ടുള്ളൂ. പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. മിക്കവാറും തെങ്ങിന്റെ മുട്ടിക്കോ. എന്റെ ദൈവമേ, മനുഷ്യവർഗത്തിൽപ്പെട്ട ആരും അങ്ങനെ മദ്യം കൊടുക്കത്തില്ല. അതെന്നാന്നോ, ഒരു തുള്ളി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പടയപ്പട സ്റ്റൈലാ കാണിക്കുന്നത് മുഴുവനും. മനസ്സിലായില്ലേ? ഇന്നാൾ ഇതേപോലെ എന്തോ സാധനം അങ്ങനെ വലിച്ചു കയറ്റി, എന്നിട്ട് തിരുവനന്തപുരത്തുള്ള 3 കട അങ്ങനെ അടിച്ചു പൊട്ടിച്ചത്. ഇപ്പോഴും അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ ചുമ്മാതൊന്നുമല്ല. ഇന്ന് നിങ്ങളെല്ലാം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ചാർജിട്ട് നിങ്ങൾ അനുഭവിച്ചോ? ഇല്ലടാ, നീ ഇന്ന് മുതൽ എന്റെ കൈസറാണ്. ഏതെങ്കിലും മുതലാളിമാര് വീട് വാടക കൊടുത്തിട്ട് അവിടെ കയറി തുറക്കോടാ. ഇപ്പൊ ഈ നിമിഷം നിന്റെ കൂടും കുടുക്കെടുത്തിട്ട് ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിക്കോളാം. അപ്പൊ എനിക്ക് താമസിക്കണ്ടേ? എടാ, നിനക്ക് താമസിക്കാൻ നീ വേറെ ഏതെങ്കിലും വീട് വാടകയ്ക്ക് എടുത്തോടാ. മത്തങ്ങ തലയാ. എടാ, എനിക്കിവിടെ സ്വന്തമായിട്ട് വീട് കിടക്കുമ്പോ ഞാൻ എന്തിനാ വേറെ വീട് തന്നെ ഇരിക്കുന്നേ? എടാ, ആ വീടല്ലടാ നീ എനിക്ക് വാടകയ്ക്ക് തന്നത്. നിനക്ക് ചോറിന് ഉപ്പിട്ടാ ശരിയാവൂലേ? എന്റെ ഭാര്യ ചോറ് വെക്കുമ്പോ നീ സാമ്പാർ വെക്കും, അവള് മോര് കാച്ചുമ്പോ നീ പപ്പടം കാച്ചു. അങ്ങനെ ഇപ്പൊ നീ നിന്റെ അഡ്വാൻസ് ആണെങ്കിൽ തിരിച്ചെന്നൊക്കെ പ്രശ്നം തീരുമല്ലേ? വേണ്ടടാ, നീ 11 മാസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാ മതി. അതേ കുട്ടി, ഇയാൾ എന്നും മദ്യപിക്കും? എന്നും മദ്യപിക്കും. അപ്പൊ ഇനിയുള്ള 11 മാസവും ഞാൻ ഇവിടെ കിടന്ന് അടി വാങ്ങിക്കണമല്ലേ? ഇവിടെ നിന്ന് നല്ല പഠിക്കണം. കേരളത്ത് ഇനി 11 മാസം കഴിയാതെ ആ ഗേറ്റിന് പുറം ഞാൻ വരത്തില്ല. അമ്പടാ, 11 മാസത്തേക്ക് എവന്റെ ശല്യം ഉണ്ടാവൂല. നിങ്ങളുടെ ഈ മദ്യപാനം കൊണ്ടേ ഇപ്പോഴേ ഒരു കോടാലി ഒഴിവായി പോയത്. അത് നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ അല്ലാതെ. എന്നാ ഇനി ഇച്ചിരി കഞ്ഞി കുടിക്കാം. നല്ല ഗൈഡ് വരട്ടെ. നിങ്ങൾ 3 പേരും നല്ലതുപോലെ അഭിനയിച്ചു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റുക. നല്ല രസമായിട്ട് നിങ്ങൾ 3 പേരും അഭിനയിച്ചു. പക്ഷേ സ്ക്രിപ്റ്റ് പോരാ. കാര്യം അതിൻ്റെ അകത്ത് തമാശ എന്ന് പറയുന്ന സാധനങ്ങളില്ല. 1-2 സ്ഥലത്ത് മാത്രം ചെറിയ ചെറിയ തമാശകൾ വന്നു. നമുക്ക് വേണ്ട തമാശയാണെന്ന് അറിയാമല്ലോ. എന്ത് എറിയുന്നവൻ്റെ കല്ല് കുടിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ അഭിനയിക്കുന്നവരാണ്. അപ്പം നല്ലൊരു സ്ക്രിപ്റ്റ് കൂടെ റെഡിയാക്കാൻ പാടില്ലായിരുന്നു. അതുണ്ടെങ്കിലേ ചിരി വീഴുകയുള്ളൂ. ചിരി വന്നാലേ നിങ്ങൾക്കൊരു എനർജി ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്ത് ചിരിയില്ല. ചിരിയുള്ള ഒരു നല്ല സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത് അടുത്ത പ്രാവശ്യം വീണ്ടും വാശിയോടുകൂടി ഒന്നുകൂടെ വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഞാനും നസീർക്ക പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. നിങ്ങൾ 3 പേരും നന്നായിട്ട് എന്താ പറയുക ആക്ട് ചെയ്തു. നിങ്ങൾ പ്രസൻറ്റേഷൻ പരിപാടികൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഹ്യൂമർ എന്ന് പറയുന്നൊരു സാധനമില്ലായിരുന്നു. പിന്നെ തന്നെയല്ല, നമ്മളിപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് വരുമ്പം ഒരാളെ ഇൻസൾട്ട് ചെയ്തുള്ളൊരു കോമഡിയുടെ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ എവിടുന്ന് കിട്ടിയടാ, ഇതിനെ എവിടുന്ന് കിട്ടി, ലോട്ടറി അടിച്ചോ, ഈ ഒരു സാധനത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞു. അതല്ലാതെ കുറേ നമുക്ക് സ്പേസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സന്ദർഭമായിരുന്നു ഇത്. അപ്പോൾ ഇനി നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, 3 പേർ. ജോയി, ചിഞ്ചുറാണി, ബിൻരാജെ, ഇതിൽ കൂടുതലൊന്നും എനിക്കും പറയാനില്ല. എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇതൊരു ഡ്രാമ കണ്ടിരിക്കുന്ന പോലെ നമ്മൾ കണ്ടിരിക്കുകയായിരുന്നു. 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കതല്ലല്ലോ വേണ്ടത്. നമുക്കിവിടെ വേണ്ടത് ചിരിയാണ്. ചുമ്മാ ഒരു ത്രെഡ് ഉണ്ടാക്കി അതൊന്ന് സ്ക്രിപ്റ്റഡ് ആക്കിയിട്ട് നല്ല ഡയലോഗ്സും ഒക്കെ എഴുതിയിട്ട് ചുമ്മാ അങ്ങനെ വന്നിട്ട് കാര്യമില്ല ഇവിടെ. അപ്പം ചിരിയാണ് വേണ്ടത്. അപ്പോൾ അതിന്ന് തീരെ ഇല്ലായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതുണ്ടാക്കിയിട്ട് വരാൻ ശ്രമിക്കണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. അപ്പോൾ ഈ സ്കിറ്റിന്റെ മാർക്സ് പ്രചോദേട്ടാ? ഞാൻ ഒരു 2000 രൂപ. ഷാജൻ ചേട്ടാ? ഞാനൊരു 2000 രൂപ കൊടുക്കും. ടോട്ടൽ 4000 രൂപ. നസീർക്ക? ബാക്കി സ്ക്രിപ്റ്റ് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഇട്ട് കൊടുക്കാം. ടോട്ടൽ എമൗണ്ട് 10000 രൂപ. ഇത് ഇവിടുത്തെ ഒരു എമൗണ്ട്. അടുത്ത പ്രാവശ്യം നമ്മൾ ഗംഭീര സ്കിറ്റായിട്ട് വന്നിട്ട് കുറേ പൈസ വാങ്ങിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇന്നത്തെ സമയം ഏതാണ്ട് നില കഴിഞ്ഞു. ഇനി നമുക്കൊക്കെ വീട്ടിൽ പോകണം. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.